ഹലോ ആൾ എല്ലാവർക്കും ഐറ്റ്യൂട്ടിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2019 ലാസ്റ്റ് 25 ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓൾറെഡി 75 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് 76 to 100 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിലേക്ക് പോകാം. 76. Which of the following statement is or are correct regarding the Maternity Benefit Amendment Act 2017? Okay, so Maternity Benefit Amendment Act 2017 regard ചെയ്ത് ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, pregnant women are entitled for 3 months pre-delivery and 3 months post-delivery paid leaves. Second statement, enterprises with crunches must allow the mother minimum 6 crunches visit daily. Then third statement, women with 2 children get reduced entitlements. So ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1 and 2 only, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി 3 only, ഓപ്ഷൻ ഡി 1, 2 and 3 only. So Maternity Benefit Amendment Act 2017, so relating to current affairs ആണ്. അപ്പോൾ നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് പ്രകാരം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? പ്രഗ്നൻറ്റ് വുമൺ ആർ എൻറ്റൈറ്റിൽഡ് ഫോർ 3 months പ്രീ ഡെലിവറി ആൻഡ് 3 months പോസ്റ്റ് ഡെലിവറി പെയ്ഡ് ലീവ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റൈറ്റ് അല്ല, ഇത് റോങ് ആണ്. കാരണം ഇത് എന്താണ്? ടോട്ടലി 26 വീക്സ് ആണ് പെയ്ഡ് മെറ്റേണിറ്റി ലീവ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടോട്ടൽ 26 വീക്സ് ആണ് പെയ്ഡ് മെറ്റേണിറ്റി ലീവ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ 26 വീക്സിൽ നമുക്ക് ഏകദേശം ഒരു 8 വീക്സ്, മിനിമം 8 വീക്സ് ആണ് എന്തായിട്ട് എടുക്കാൻ പറ്റുന്നത്? പ്രീ ഡെലിവറി ലീവായിട്ട് എടുക്കാൻ പറ്റുന്നത്. സോ 8 ലീവ്സ് എന്ത് ചെയ്യാം? 8 വീക്സ് എന്ത് ചെയ്യാം? പ്രീ ഡെലിവറി ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, സോ 26ൽ 8 വീക്സ് എന്താണ്? പ്രീ ഡെലിവറി ആയിട്ടും ബാക്കി റിമൈനിങ് 18 വീക്സ് എന്താണ്? പോസ്റ്റ് ഡെലിവറി പീരീഡിലും എടുക്കാൻ പറ്റും. ഓക്കെ, സോ അതാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് അമെൻമെൻറ്റ് ആക്ട് പറയുന്നത് 2017. ഓക്കെ, സോ 26 വീക്സ് ഉള്ളതിൽ 8 വീക്സ് പ്രീ ഡെലിവറിയും 18 വീക്സ് പോസ്റ്റ് ഡെലിവറി ആയിട്ടാണ് എടുക്കാൻ പോകുന്നത്. സോ ഇവിടെ കൊടുത്തേക്കുമ്പോൾ 3 months എന്ന് പറയുമ്പോൾ ഏകദേശം അപ്രോക്സിമേറ്റ്ലി 12-13 വീക്സ് ആണ് പറയുന്നത്. സോ 12-13 വീക്സ് പറ്റത്തില്ല. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ റോങ് ആണ്. അപ്പോൾ എയും ഡിയും ഓൾറെഡി ക്യാൻസലായി. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റോട് തേർഡ് സ്റ്റേറ്റ്മെൻറ്റോട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ റൈറ്റ് ആയിട്ടുള്ളൂ. നെക്സ്റ്റ് പറയുന്നത്, എൻ്റർപ്രൈസസ് വിത്ത് ക്രഞ്ചസ് മസ്റ്റ് അലോ ദ മദർ മിനിമം 6 crunches വിസിറ്റ് ഡെയിലി. ഓക്കെ, സോ അതുപോലെ എന്താണ്? എൻ്റർപ്രൈസസ് എന്ത് ചെയ്യണം? ക്രഞ്ചസ് അലോ ചെയ്യണം. ആൻഡ് ഓൾസോ ദ മദർ മിനിമം 6 crunches വിസിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. ഓക്കെ, ഈ ക്രഞ്ചസ് എനേബിൾ ചെയ്യുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ദ ആക്ട് മാൻഡേറ്റ്സ് ദാറ്റ് എവറി എസ്റ്റാബ്ലിഷ്മെൻറ്റ് വിത്ത് 50 or more എംപ്ലോയീസ്, 50 അതിൽ കൂടുതൽ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ എന്താണ്? അവിടെ ഒരു ക്രഞ്ച് ഫെസിലിറ്റീസ് വേണം. ഓക്കെ, അതായത് എന്താണ്? അവരുടെ കുട്ടികൾക്കും അല്ലെങ്കിൽ എന്താണ് അവരുടെ കുട്ടികൾക്ക് ഡേ കെയർ പോലെയുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെയാണ് എന്ത് ഇതുവഴി നൽകുന്നത്. അപ്പോൾ അതെന്തായാലും വേണം. അതുകൂടാതെ എന്താണ്? ഡെയിലി ഒരു വുമണിന് ഓക്കെ എത്ര വിസിറ്റാണ്? 6 വിസിറ്റ് പറയുന്നില്ല, 4 വിസിറ്റാണ് പറയുന്നത്. 4 വിസിറ്റാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഇത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ്? ഇറ്റ് ഇൻക്ലൂഡ് ഇൻ്റർവെൽ ഫോർ ദ റെസ്റ്റ്. ഓക്കെ, ഇൻ്റർവെൽ റെസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്താണ് എന്ത് 4 വിസിറ്റ് പറയുന്നത്. സോ അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതായിരിക്കും? ആൻസർ 3 only ആയിരിക്കും. വുമൺ വിത്ത് 2 children ഗെറ്റ് റെഡ്യൂസ്ഡ് എൻറ്റൈറ്റ്മെൻറ്റ്സ്. ഓക്കെ, 2 ചിൽഡ്രൻസ് ഉള്ളത് എന്താണ്? റെഡ്യൂസ്ഡ് എൻറ്റൈറ്റ്മെൻറ്റ്സ്. അവർക്ക് എന്താണ്? വീണ്ടും റെഡ്യൂസ് ആവും. അവർക്ക് കിട്ടുന്ന എൻറ്റൈറ്റ്മെൻറ്റ്സ് ഒക്കെ എന്താണ്? റെഡ്യൂസ് ആവും. കാരണം എന്താണ്? ഓൾറെഡി അവർക്ക് 2 ചിൽഡ്രൻസ് ഉണ്ട്. സോ അതുകൊണ്ട് എന്താണ്? ഇവർക്ക് പെയ്ഡ് മെറ്റേണിറ്റി ലീവ് എത്രയാണ് കിട്ടുന്നത്? 26 വീക്കിന് പകരം 12 വീക്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, നോർമലി നമ്മൾ 26 വീക്സ് കിട്ടും, ബട്ട് ഇവർക്ക് എത്രയാണ്? 12 വീക്സ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഓക്കെ, 12 വീക്സ് ആണ് ഇവർക്ക് കിട്ടുന്നത്. ഓക്കെ, അതിൽ 6 വീക്സ് എന്നാണ് പ്രീ ഡെലിവറിക്കും 6 വീക്ക് പോസ്റ്റ് ഡെലിവറിക്കും ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, സോ അതാണ് ഇത് മെറ്റേണിറ്റി ബെനിഫിറ്റ് അമെൻമെൻറ്റ് ആക്ട് 2017 പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ നമുക്കൊന്ന് സമറൈസ് ചെയ്ത് നോക്കാം. മെറ്റേണിറ്റി ബെനിഫിറ്റ് അമെൻമെൻറ്റ് ആക്ട് 2017 എന്നാൽ 26 വീക്സ് ആണ് പ്രഗ്നൻറ്റ് വുമൻസിന് നോർമലി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ 8 വീക്സ് പ്രീ ഡെലിവറിക്കും അതുപോലെ 18 വീക്സ് പോസ്റ്റ് ഡെലിവറി പീരീഡിലുമായിട്ടാണ്. ദെൻ എൻ്റർപ്രൈസസ് വിത്ത് ക്രഞ്ചസ് മസ്റ്റ് അലോ ദ മദർ മിനിമം 4 crunches വിസിറ്റ് ഡെയിലി. ഓക്കെ, ഡെയിലി 4 crunches വിസിറ്റ് ആണ് ഇൻക്ലൂഡിങ് ദ ഇൻ്റർവെൽ ടൈം. ആൻഡ് ഓൾസോ തേർഡ് വൺ, വുമൺ വിത്ത് 2 children ഗെറ്റ് റെഡ്യൂസ്ഡ് എൻറ്റൈറ്റ്മെൻറ്റ്സ് ബിക്കോസ് ദേ ഗെറ്റ് ഓൺലി 12 വീക്സ്. ഓക്കെ, റാദർ ദാൻ 26 വീക്സ്. സോ അതാണ് 76th ക്വസ്റ്റ്യൻ പറയുന്നത്. ആൻസർ അപ്പോൾ ഓപ്ഷൻ സി ആണ്, 3 only മാത്രമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 77. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ
സബ് ഇൻഡെക്സ് ഓഫ് ദ വേൾഡ് ബാങ്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ്. അപ്പോൾ വേൾഡ് ബാങ്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സിൻ്റെ സബ് ഇൻഡെക്സ് അല്ലാത്ത ഏതെന്നാണ് ചോദിച്ചിരുന്നത്. ഫസ്റ്റ് വൺ മെയിൻ്റെനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ, സെക്കൻഡ് വൺ പേയിങ് ടാക്സസ്, തേർഡ് വൺ രജിസ്റ്ററിങ് പ്രോപ്പർട്ടി, ഫോർത്ത് വൺ ഡീലിംഗ് വിത്ത് കൺസ്ട്രക്ഷൻ പെർമിറ്റ്സ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസർ കിട്ടും. ഏതായിരിക്കും? കാരണം ഇവിടെ വേൾഡ് ബാങ്ക് എന്ന് പറയുന്നുണ്ട്, അതുപോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതായിരിക്കും വരുന്നത്? എന്തായാലും കാരണം മെയിൻ്റെനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ അതായിരിക്കും ആൻസർ വരുന്നത്. കാരണം അവർക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല. ബാക്കിയെല്ലാം റിലേറ്റഡ് ടു ബാങ്കിങ് ആയാലും അല്ലെങ്കിൽ ബിസിനസ് ആയാലും അതുമായിട്ടൊക്കെ റിലേറ്റഡ് കൊമേഴ്ഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ മെയിൻ്റെനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ എന്താണ്? ഒരിക്കലും വേൾഡ് ബാങ്കിൻ്റെ കീഴിൽ അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആൻസർ എന്തായിരിക്കും? നോർമലി വേൾഡ് ബാങ്ക് എന്താണ്? മെയിൻ്റെനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ ഇല്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. വേൾഡ് ബാങ്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നോട്ട് എന്നാണ് പറയുന്നത്, നോട്ട് സബ് ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. സോ ഇല്ലാത്ത ഏതാണ്? മെയിൻ്റെനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ ആണ്. ഓക്കെ, പേയിങ് ടാക്സസ് ആയാലും രജിസ്റ്ററിങ് പ്രോപ്പർട്ടി ആയാലും ഡീലിംഗ് വിത്ത് കൺസ്ട്രക്ഷൻ പെർമിറ്റ്സ് ആയാലും ഇതെല്ലാം തന്നെ വേൾഡ് ബാങ്കിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ സബ് ഇൻഡെക്സിൽ വരുന്നതാണ്. ഏകദേശം 10 to 12 സ്പെസിഫിക് ആയിട്ടുള്ള സബ് ഇൻഡെക്സുകൾ വേൾഡ് ബാങ്കിലുണ്ട്. ഓക്കെ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ. സോ ഇതെല്ലാം എന്താണ്? അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, മെയിൻ്റെനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ ആണ് വരുന്നത്. നെക്സ്റ്റ് 78 നോക്കാം. അപ്പോൾ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് എന്താണ് വേൾഡ് ബാങ്കിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ നോക്കി വയ്ക്കുക. വേൾഡ് ബാങ്കിനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസ് അവർ പുറത്തിറക്കുന്ന റിപ്പോർട്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ് ജസ്റ്റ് നോക്കി വയ്ക്കുക. അതുപോലെ മറ്റ് ഇൻഡെക്സുകളും കൂടെ. ഓക്കെ, ടോട്ടൽ നമ്മൾ പറഞ്ഞ 10 to 12 ഇൻഡെക്സുകളുണ്ട്. അപ്പോൾ ആ ഇൻഡെക്സും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുന്നത് നന്നായിരിക്കും. 78. In India, extended producer responsibility was introduced as an important feature in which of the following? അപ്പോൾ എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ഒരുപാട് ന്യൂസിലും മറ്റൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കും എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ദ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് 1998, ദ റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് മാനുഫാക്ചറിംഗ് ആൻഡ് യൂസേജ് റൂൾസ് 1999, ദ ഇ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് 2011, ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് റെഗുലേഷൻസ് 2011. ഏതാണ്? എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സിന് എടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ദ ഇ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ്. കാരണം ഈ വേസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഏത് വരുന്നത്? എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി വരുന്നത്. ഓക്കെ, സോ അതാണ് പ്രൊഡ്യൂസറിൻ്റെ ലയബിലിറ്റിയാണ് ഈ വേസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊഡ്യൂസറിൻ്റെ ലയബിലിറ്റി ആണെന്നാണ് ഈ ഒരു ആക്ടിൽ പറയുന്നത്. അതാണ് എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ലയബിലിറ്റി ഓഫ് പ്രൊഡ്യൂസർ ഫോർ റീസൈക്ലിംഗ്, അതാണ് എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇതെന്താണ്? കൂടുതലും ഇലക്ട്രിക്കൽ അതുപോലെ എന്താണ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിൻ്റെയാണ് ഇത് റീസൈക്കിൾ ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഇ വേസ്റ്റിൻ്റെ ഇത് കൺട്രോൾ ചെയ്യുന്നതാണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് ഈ കാര്യങ്ങൾ, ഈ എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റിയുടെ ഓതറൈസേഷനും അതുപോലെ എന്താണ് ഈ ന്യൂ ഇ വേസ്റ്റ് റൂൾസൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ഓക്കെ, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് ഈ ന്യൂ ലോ ആയാലും അതുപോലെ തന്നെ എന്താണ് ഈ എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി ഓതറൈസേഷൻ കാര്യങ്ങളൊക്കെ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് 2011 എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 79. The economic cost of food grains to the Food Corporation of India is minimum support price and bonus paid to the farmers plus. അപ്പം എക്കണോമിക് കോസ്റ്റ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ടു ദ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. എക്കണോമിക് കോസ്റ്റ് ഏതൊക്കെയാണെന്ന് പറയുന്നത്? മിനിമം സപ്പോർട്ട് പ്രൈസ് പ്ലസ് ബോണസ് പെയ്ഡ് ടു ഫാമേഴ്സ്, ബോണസ് പ്ലസ് ഇതിൻ്റെ കൂടെ വേറെ ഏതൊക്കെ ഉണ്ടെന്നാണ് ചോദിച്ചിരുന്നത്. നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഓൺലി, ഇൻട്രസ്റ്റ് കോസ്റ്റ് ഓൺലി, പ്രൊക്യൂർമെൻറ്റ് ഇൻസിഡൻഷ്യൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, പ്രൊക്യൂർമെൻറ്റ് ഇൻസിഡൻഷ്യൽ ആൻഡ് ചാർജസ് ഫോർ ഗോഡൗൺസ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഏതാണ്? ഫസ്റ്റ് രണ്ടെണ്ണം. കാരണം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഓൺലി എന്നും പറയുന്നുണ്ട്, ഇൻട്രസ്റ്റ് കോസ്റ്റ് ഓൺലി എന്നും പറയുന്നത്. അത് രണ്ടും എന്താണ്? ഓൺലി. കാരണം എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റാണ്. അതുകൂടെ എന്താണ് അത് മാത്രമായിട്ട് ഈ എക്കണോമിക് കോസ്റ്റിൽ വരുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓൾറെഡി MSPയും ബോണസും പറഞ്ഞു. അതുകൂടാതെ ഇനി എന്താണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മാത്രമേ വരുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ എക്കണോമിക് കോസ്റ്റ് കംപ്ലീറ്റ് ആവത്തില്ല. അതുപോലെ എന്താണ് ഇൻട്രസ്റ്റ് കോസ്റ്റ് മാത്രമായാലും കംപ്ലീറ്റ് ആകത്തില്ല. സോ അത് രണ്ടും നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. സോ എയും ബിയും നമ്മൾ എലിമിനേറ്റ് ചെയ്തു.
ദെൻ വരുന്നതാണ് സി ആണ്, പ്രൊക്യൂർമെൻറ്റ് ഇൻസിഡൻ്റൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. അതായത് ഇൻസിഡൻ്റൽ കോസ്റ്റും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊക്യൂർമെൻറ്റ് ഇൻസിഡൻ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ്റ്റ് ഇൻക്യൂർഡ് അണ്ടിൽ ദ ഗ്രെയിൻ റീച്ചസ് ദ ഫസ്റ്റ് സ്റ്റോറേജ് പോയിന്റ്. ഓക്കെ, അതായത് ഫസ്റ്റ് സ്റ്റോറേജ് പോയിന്റിൽ കോസ്റ്റ് എത്തുന്നവരുള്ള അതിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രൊക്യൂർമെൻറ്റ് ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് പ്രൊക്യൂർമെൻറ്റ് ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്, കോസ്റ്റ് റീച്ചസ് ദ ഫസ്റ്റ് സ്റ്റോറേജ് പോയിന്റ്. സോ അതാണ് എന്ന് പറയുന്നത് ഈ പ്രൊക്യൂർമെൻറ്റ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതെന്തൊക്കെയാണ്, ടാക്സസ് ഉണ്ടാവാം, ഹാൻഡ്ലിംഗ് ഉണ്ടാവാം, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവാം, ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആവുന്നതാണ്. ടാക്സസ്, ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, സോ ഇതെല്ലാം എന്താണ് ഇതിൽ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ അതാണ് ഏതെന്ന് പറയുന്നത് പ്രൊക്യൂർമെൻറ്റ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, എക്സ്പെൻസ് ഫോർ മൂവിങ് ഗ്രെയിൻസ് ഫ്രം വെയർ ഹൗസ് ടു ഫെയർ പ്രൈസ് ഷോപ്സ്. ഓക്കെ, മൂവിങ് ഓഫ് എക്സ്പെൻസസ് ഫോർ മൂവിങ് ഗ്രെയിൻസ് ഫ്രം where to where, from warehouses to fair price shops. ഓക്കെ, സോ അപ്പോൾ എന്താണ് പ്രൊക്യൂർമെൻറ്റ് ഇൻസിഡൻസിലും ഉണ്ട്, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റും ഉണ്ട്. പ്രൊക്യൂർമെൻറ്റ് ഇൻസിഡൻസ് എന്ന് വെച്ചാൽ കോസ്റ്റ് റീച്ചസ് ദ ഫസ്റ്റ് സ്റ്റോറേജ് പോയിന്റ് വരെ എത്താനുള്ള കോസ്റ്റ്, അത് ഇൻക്ലൂഡിങ് ടാക്സസ്, ഹാൻഡ്ലിംഗ്, ദെൻ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഇതെല്ലാം വരുന്നുണ്ട്. അതുകൂടാതെ പിന്നെ ഞാൻ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് പറയുന്നത്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് വെച്ചാൽ എക്സ്പെൻസ് ഫോർ ദ ഓർ കോസ്റ്റ് ഫോർ ദ മൂവിങ് ഗ്രെയിൻസ് ഫ്രം വെയർ ഹൗസസ് ടു ഫെയർ ഷോപ്സ്. ഓക്കെ, അല്ലെങ്കിൽ ഫെയർ പ്രൈസ് ഷോപ്സ്. അപ്പോൾ ഇത് അവിടേക്ക് എത്താനുള്ള കോസ്റ്റാണ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ അതാണ് എന്ത് ആൻസർ വരുന്നത്. കാരണം പ്രൊക്യൂർമെൻറ്റ് ഇൻസിഡൻറ്റും അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റും ഉണ്ട് MSPയും ബോണസിനോടൊപ്പം എക്കണോമിക് കോസ്റ്റിൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ആൻസർ സി ആണ്. പ്രൊക്യൂർമെൻറ്റൽ ഇൻസിഡൻസിൽ ചാർജസ് ഫോർ ഗോഡൗൺസും അല്ല. ഓക്കെ, ചാർജസ് ഫോർ ഗോഡൗൺസ് മാത്രമാണ് എന്താണ്, അതിൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യം വരുന്നില്ല. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ അതായത് നമ്മൾ ഉണ്ടാക്കിയ സാധനം എവിടെ ഗ്രെയിൻസ് എങ്ങോട്ട് മൂവ് ചെയ്യണം, വെയർ ഹൗസിൽ നിന്ന് ഒരു ഷോപ്പിലേക്ക് മൂവ് ചെയ്യണം, ആ ഒരു എക്സ്പെൻസും കൂടി ആഡ് ചെയ്താൽ മാത്രമേ അതിലേക്ക് അത് എക്കണോമിക് കോസ്റ്റിൽ ഇൻക്ലൂഡ് ആവത്തുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് ആൻസർ വരുന്നത് എന്താണ്, ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രൊക്യൂർമെൻറ്റ് ഇൻസിഡൻറ്റൽസ് പ്ലസ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആണ് അതിൽ വരുന്നത്. ഓക്കെ, അതാണ് 79ാമത്തെ ക്വസ്റ്റ്യൻ, ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. നെക്സ്റ്റ് 80. In the context of any country, which one of the following would be considered as part of its social capital? So again, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സോഷ്യൽ ക്യാപിറ്റലിനെ പറ്റിയാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. The proportion of literates in the population, the stock of its building, other infrastructure and machines. Next, the size of population in the working age group. Next, the level of mutual trust and harmony in the society. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോന്നിനെ ഏത് ക്യാപിറ്റലാണെന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് പറയുന്നതാണ് ദ പ്രൊപ്പോർഷൻ ഓഫ് ലിറ്ററേറ്റ്സ് ഇൻ ദ പോപ്പുലേഷൻ. ഓക്കെ, ഒരു പോപ്പുലേഷനിലെ ലിറ്ററേറ്റ്സിൻ്റെ പ്രൊപ്പോർഷനാണ് പറയുന്നത്. അത് ഏത് ക്യാപിറ്റലാണ് വരുന്നത്, അതൊരിക്കലും സോഷ്യൽ ക്യാപിറ്റലിൻ്റെ പാർട്ടാകത്തില്ല. അത് ഏതിലായിരിക്കും വെറുതെ വരുന്നത്, കൂടുതലും വരുന്നത് ഹ്യൂമൻ ക്യാപിറ്റലാണ് വരുന്നത്. കാരണം ലിറ്ററേറ്റ്സിനെ പറ്റിയാണ് പറയുന്നത്, വ്യക്തികളെ പറ്റി പറയുന്നുണ്ട്. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. നെക്സ്റ്റ്, the stock of its building, other infrastructure and machines. Again, machines, stocks, infrastructure, ഇതെല്ലാം വരുന്ന ഏതിലായിരിക്കും, നോർമലി ഫിസിക്കൽ ക്യാപിറ്റലാണ്. ഫിസിക്കൽ ക്യാപിറ്റൽ. നെക്സ്റ്റ് വീണ്ടും പറയുന്നതാണ് ദ സൈസ് ഓഫ് പോപ്പുലേഷൻ ഇൻ ദ വർക്കിംഗ് ഏജ് ഗ്രൂപ്പ്. ഓക്കെ, അത് പോപ്പുലേഷൻ്റെ സൈസിനെ പറ്റി പറയുന്നത്, അല്ലെങ്കിൽ വർക്കിംഗ് ഏജ് ഗ്രൂപ്പിൽ ഏതാണ് പറയുന്നത്, അതും അപ്പോൾ ഏതിലായിരിക്കും വരുന്നത്, നോർമലി ഹ്യൂമൻ ക്യാപിറ്റലാണ് വരുന്നത്. സൈസ് ഓഫ് പോപ്പുലേഷൻ അത് അല്ലെങ്കിൽ വർക്കിംഗ് ഏജ് ഗ്രൂപ്പിലെ സൈസ് ഓഫ് പോപ്പുലേഷൻ അത് ഏതാണ്, ഹ്യൂമൻ ക്യാപിറ്റലാണ് വരുന്നത്. സോ ഫൈനലി നമുക്ക് ഏത് മാത്രമേ ഉള്ളൂ, ദ ലെവൽ ഓഫ് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് ഹാർമണി ഇൻ ദ സൊസൈറ്റി. ഓക്കെ, സൊസൈറ്റിയിലുള്ള ഒരു മ്യൂച്വൽ ട്രസ്റ്റും ഹാർമണി അതൊക്കെയാണ് ഏത് വരുന്നത്, സോഷ്യൽ ക്യാപിറ്റൽ വരുന്നത്. ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് റിലേറ്റഡ് ടു സൊസൈറ്റി, സോഷ്യൽ ക്യാപിറ്റൽ. ഓക്കെ, സോ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഓരോന്ന് ഏത് ക്യാപിറ്റൽ വരുന്നതാണെന്ന്. ഫസ്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് ലിറ്ററേറ്റ്സ് ഇൻ ദ പോപ്പുലേഷൻ പറഞ്ഞു, അത് ഹ്യൂമൻ ക്യാപിറ്റലാണ്. ദെൻ സ്റ്റോക്ക് ഓഫ് ഇറ്റ്സ് ബിൽഡിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മെഷീൻസ്, അതെന്താണ് ഫിസിക്കൽ ക്യാപിറ്റൽസ് വരുന്നതാണ്, ഫിസിക്കൽ അസറ്റ്സ് വരുന്നതാണ്. ദെൻ സൈസ് ഓഫ് പോപ്പുലേഷൻ ഇൻ ദ വർക്കിംഗ് ഏജ് ഗ്രൂപ്പ് എന്ന് ഹ്യൂമൻ ക്യാപിറ്റൽ വരുന്നതാണ്. ഫൈനലി നമുക്ക് ഏതാണ് വന്നിട്ടുള്ളത്, ലെവൽ ഓഫ് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് ഹാർമണി ഇൻ ദ സൊസൈറ്റി, അതാണ് ഏതിൽ വരുന്നത്, സോഷ്യൽ ക്യാപിറ്റൽ വരുന്നത്.
അപ്പോൾ ആൻസർ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 18th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, നെക്സ്റ്റ് 81. വിത്ത് റെഫറൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. No high courts shall have the jurisdiction to declare any central law to be constitutionally invalid. Second statement, an amendment to the Constitution of India cannot be called into question by the Supreme Court of India. Okay, ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചിരുന്നത്? ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി both 1 and 2, ഓപ്ഷൻ ഡി neither 1 nor 2. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരി? നോക്കി, വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലാണ് രണ്ടും തന്നേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? No high court shall have the jurisdiction to declare any central law to be constitutionally invalid. ഒരു സെൻട്രലായി കോൺസ്റ്റിറ്റ്യൂഷണലി ഇൻവാലിഡ് ആണെന്ന് പറയാൻ ഹൈക്കോർട്ടിന് ജൂറിസ്ഡിക്ഷൻ ഇല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഹൈക്കോർട്ടിന് എന്താണ് സെൻട്രൽ ലോസ് ആയാലും സ്റ്റേറ്റ്സ് ലാസിനെ ആയാലും എന്താണ് ഡിക്ലെയർ എന്തായിട്ട് അതിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷണലി ഇൻവാലിഡ് ആണെന്ന് പറയാനുള്ള അധികാരമുണ്ട്. ഓക്കെ, സോ ഹൈക്കോർട്ടിനും സുപ്രീം കോർട്ടിനും എന്താണ് സെയിം അധികാരം ഉള്ളതാണ് ആ കാര്യത്തിൽ. അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, റോങ് ആണ്. ഓക്കെ, കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈക്കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ 226 ആർട്ടിക്കിൾ 226 എന്താണ് ഹൈക്കോർട്ടിൻ്റെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി, ഇപ്പോൾ സെൻട്രലായാലും സ്റ്റേറ്റിലായാലും എന്താണ് അമെൻഡ് ചെയ്യാനുള്ള കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റിയെ പറ്റി പറയുന്നുണ്ട്. ഈ 42nd അമെൻഡ്മെൻറ്റ് ആക്ട് എന്താണ് ഇത് ഓൾറെഡി റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 42nd അമെൻഡ്മെൻറ്റ് ആക്ടിൽ 1976 42nd അമെൻഡ്മെൻറ്റ് ആക്ട് എന്താണ് ഈ ഒരു കാര്യം റെസ്ട്രിക്റ്റ് ചെയ്തു. ഹൈക്കോർട്ടിന് എന്താണ് ഈ ഒരു പവർ ഇല്ലാന്ന് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അഗെയിൻ അതെന്ത് ചെയ്തു? 43rd അമെൻഡ്മെൻറ്റ് ആക്ട് കൂടെ റീസ്റ്റോറും ചെയ്തു. ഓക്കെ, 43rd 1977 തന്നെ എന്താണ് അഗെയിൻ അത് റീസ്റ്റോർ ചെയ്തു. കാരണം ഹൈക്കോർട്ടിന് എന്താണ് ഈ ഒരു ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, എന്തിനു വേണ്ടിയുള്ള സെൻട്രൽ ലോസിനെ അമെൻഡ് ചെയ്യാനുള്ള ജൂറിസ്ഡിക്ഷൻ ഉണ്ടെന്ന് 43rd എന്താണ് അഗെയിൻ എന്ത് ചെയ്തു? റീസ്റ്റോർ ചെയ്തു ആ പവർ. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ തന്നെ എന്താണ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, an amendment to the Constitution of India cannot be called into question by the Supreme Court of India. Again നമുക്കറിയാം സുപ്രീം കോർട്ടിന് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്ത് എന്താണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ അധികാരമില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂഷനിൻ്റെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത് ആരാണ്? സുപ്രീം കോർട്ടാണ്. കാരണം അതിലെന്തെങ്കിലും വയലേഷൻ വന്നാൽ അതിനെ അപ്പോഴേ അതിനെന്താണ് സ്ട്രക്ക് ഡൗൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇൻവാലിഡ് ആക്കുന്നതിൽ മെയിൻ പങ്ക് ആർക്കാണ്? സുപ്രീം കോർട്ടിനാണുള്ളത്. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ് കേശവാനന്ദ ഭാരതി കേസ് പഠിച്ചിട്ടുള്ളതാണ്. കേശവാനന്ദ ഭാരതി ഏത് വർഷമായിരുന്നു? അത് 1973 സോ കേശവാനന്ദ ഭാരതി കേസിൽ എന്താണ് ബേസിക് സ്ട്രക്ചർ ഓഫ് ഡോക്ട്രൈൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് സുപ്രീം കോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ബേസിക് സ്ട്രക്ചർ. സോ അത് പ്രകാരം എന്താണ് കോൺസ്റ്റിറ്റ്യൂഷന് ബേസിക് സ്ട്രക്ചറിന് അമെൻഡ് ചെയ്യുന്നില്ല. ബേസിക് സ്ട്രക്ചറിൽ വയലേറ്റ് ചെയ്യുന്ന രീതിക്കുള്ള എന്തെങ്കിലും അമെൻഡ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ എന്താണ് അത് സുപ്രീം കോടതിന് ഇൻവാലിഡ് ആക്കാനുള്ള അധികാരമുണ്ട്. സോ അതാണത് ഈ ഒരു കാര്യത്തിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അപ്പോൾ റീസെൻറ്റ് എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. എന്താണ് 2015 99th അമെൻഡ്മെൻറ്റ് ആക്ട് സുപ്രീം കോർട്ട് 99th അമെൻഡ്മെൻറ്റ് ഓക്കെ 2015 സുപ്രീം കോർട്ട് സ്ട്രൈക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് എന്താണ് അത് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് എന്താണ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ റോങ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, neither 1 nor 2 ആണ്. അപ്പോൾ ഹൈക്കോടതിന് സുപ്രീം കോടതിൻ്റെ ജൂറിസ്ഡിക്ഷൻ ജസ്റ്റ് നോക്കി വയ്ക്കുക, എന്തൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കുക. അതുപോലെ തന്നെ എന്താണ് പവേഴ്സും എന്തൊക്കെയാണെന്ന് നോക്കി വയ്ക്കുക. അതുപോലെ സുപ്രീം കോർട്ടിന് ഹൈക്കോർട്ടിനെ കാട്ടി എന്തൊക്കെ പവർ കൂടുതലുണ്ട്, അതുപോലെ തിരിച്ചെന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളും അതുപോലെ അവരുടെ ജൂറിസ്ഡിക്ഷനും കാര്യങ്ങളും എല്ലാം ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് 82. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. പർച്ചേസിംഗ് പവർ പാരിറ്റി PPP exchange rates are calculated by comparing the prices of the same basket of goods and services in different countries. Next, in terms of purchasing power parity dollars, India is the 6th largest economy in the world. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റെന്നാണ് ചോദിച്ചേക്കുന്നത്? ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇസ് കറക്റ്റ്. ഫസ്റ്റ് പറയുന്നത് എന്താണ്? പർച്ചേസിംഗ് പവർ പാരിറ്റി. ഓക്കെ, പർച്ചേസിംഗ് പവർ പാരിറ്റിയുടെ ഒരു ഡെഫിനിഷൻ ഞാൻ പറഞ്ഞേക്കുന്നത് ഈസ് എ എക്സ്ചേഞ്ച് റേറ്റ് കാൽക്കുലേറ്റഡ് ബൈ കമ്പയറിംഗ് ദ പ്രൈസസ് ഓഫ് സെയിം ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. കാരണം ഇതെന്താണ് ഒരു എക്കണോമിക് തിയറിയാണ്. ഈ പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറയുന്നത് ഒരു എക്കണോമിക് തിയറിയാണ്. അതിലെന്താണ് ഒരു സ്പെസിഫിക് ബാസ്ക്കറ്റ് ഓഫ് തിങ്സ് എടുക്കും. അതിപ്പോൾ എന്താണ് ഫുഡ് ആവാം, ഫ്യൂവൽ ആവാം, റെൻ്റ് ആവാം, അങ്ങനെ എന്താണ് ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ആവും. സോ ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്? മറ്റ് കൺട്രീസുമായിട്ട് മറ്റ് കൺട്രിയിൽ സെയിം ബാസ്ക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സിനാണ് എന്തെന്ന് പറയുന്നത് പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറയുന്നത്. സോ ആ ഡെഫിനേഷനാണ് ഈ പറഞ്ഞേക്കുന്നത്
It's an exchange rates calculated by comparing the prices of the same basket of goods and services in different countries. Okay, same basket of goods and services in different countries. അതാണ് ഇത് പർച്ചേസിംഗ് പവർ പാരിറ്റിയിൽ വരുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയാണെന്ന് നമുക്കറിയാം. ദെൻ ഇൻ ടേംസ് ഓഫ് പർച്ചേസിംഗ് പവർ പാരിറ്റി ഡോളേഴ്സ്, ഇന്ത്യ ഈസ് ദ 6th largest economy in the world എന്ന് പറയുന്നത്. പക്ഷേ പർച്ചേസിംഗ് പവർ പാരിറ്റി അല്ലെങ്കിൽ PPP എന്താണ്, ഇന്ത്യ 3rd largest എക്കോണമിയാണ്, 6th largest അല്ല, 3rd largest എക്കോണമിയാണ്. ഓക്കെ, ഇന്ത്യക്ക് മുന്നിൽ പിന്നെ ഉള്ളത് ആരൊക്കെയാണ്? ചൈന, US മാത്രമേ ഉള്ളൂ. ചൈന ആൻഡ് US. സോ ഇന്ത്യ എന്താണ്, 3rd largest എക്കോണമിയാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആവും. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ A 1 only മാത്രമായിരിക്കും. അപ്പോൾ എന്താണ് പർച്ചേസിംഗ് പവർ പാരിറ്റി നോക്കുക, ഇന്ത്യയിൽ അതിൻ്റെ പ്ലേസ്, അതായത് ഇൻ ടേംസ് ഓഫ് PPP ഡോളേഴ്സ് ഇന്ത്യയുടെ എക്കോണമി ഏത് ലെവലിലാണ് നോക്കുക. നമ്മളിപ്പോൾ നോർമലി നമ്മൾ നോമിനൽ GDP ഒക്കെ എടുത്തിട്ടാണ് ഇന്ത്യയുടെ പ്ലേസ് നോക്കുന്നത്. ഏകദേശം 5th അല്ലെങ്കിൽ 6th പ്ലേസിലാണ് ഇന്ത്യ നിൽക്കുന്നത്. ഓക്കെ, 5th 6th ആ ഒരു ഇതിൽ നിന്നാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് നോമിനൽ GDP-യിലാണ് വരുന്നത്, നോമിനൽ GDP-യിൽ. ബട്ട് ഇവിടെ പർച്ചേസിംഗ് പവറിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ എന്താണ്, ഇന്ത്യ 3rd largest എക്കോണമി ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ചൈന, US ആണ് ഇന്ത്യയുടെ മുന്നിലുള്ളത്, പിന്നെ 2 രാജ്യങ്ങൾ. ഓക്കെ, സോ ഫസ്റ്റ് അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ A ആയിരിക്കും, 1 only മാത്രമായിരിക്കും. അപ്പോൾ എന്താണ് പർച്ചേസിംഗ് പവർ പാരിറ്റി നോക്കുക, അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കുക, ഇന്ത്യയുടെ പ്ലേസ് എന്താണെന്ന് നോക്കുക, മറ്റ് കൺട്രീസും കൂടി ജസ്റ്റ് നോക്കിയാൽ. Next 83. With reference to the cultivation of kharif crops in India in the last 5 years, consider the following statement. So നമ്മൾ പറഞ്ഞു ഇത് ഏത് വർഷത്തെയാണ്, ഒരു 19 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിന് മുമ്പുള്ള 5 വർഷത്തെയാണ് ചോദിച്ചിരുന്നത്, ലാസ്റ്റ് 5 ഇയേഴ്സിൻ്റെയാണ് ചോദിച്ചിരുന്നത്. സോ ആ ടൈമിൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണത്. ഫസ്റ്റ് നോക്കി, ഏരിയ അണ്ടർ റൈസ് കൾട്ടിവേഷൻ ഈസ് ദ ഹയസ്റ്റ്. ഓക്കെ, റൈസ് കൾട്ടിവേഷൻ്റെ ഏരിയ എന്താണ്, ഹയസ്റ്റ് ആണെന്ന് പറഞ്ഞിരുന്നത്. നെക്സ്റ്റ്, ഏരിയ അണ്ടർ ദ കൾട്ടിവേഷൻ ഓഫ് ജോവർ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ഓയിൽ സീഡ്സ്. Third, area of cotton cultivation is more than that of sugarcane. Next, area under sugarcane cultivation has steadily decreased. ഓക്കെ, ഇതിൽ നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കാൻ തന്നെ മനസ്സിലാകും. കാരണം ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഏരിയ അണ്ടർ ഷുഗർകെയിൻ കൾട്ടിവേഷൻ സ്റ്റെഡിലി ഡിക്രീസ് എന്നാണ് പറഞ്ഞത്. കാരണം ഷുഗർകെയിൻ്റെ കൾട്ടിവേഷൻ ഇപ്പം നമ്മൾ ഈ വർഷം എടുക്കുന്നത് എന്താണ്, 2015 2019 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അതിന് 2014 എടുക്കാം. 2014 മുതൽ 2019 വരെയുള്ള ടൈമാണ് പറയുന്നത്, ടൈം പീരീഡാണ് പറയുന്നത്. അപ്പം ഈ ടൈമിൽ മുഴുവൻ ഷുഗർ കെയിൻ്റെ ആ ഒരു കൾട്ടിവേഷൻ, ഓക്കെ, അത് സ്റ്റെഡിലി ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഷുഗർ കെയിൻ്റെ എന്താണ് ആ ഒരു ടൈമിൽ എപ്പോഴും എന്താണ് ഡിക്രീസിങ് ഇൻക്രീസിങ് എന്നുള്ള കാര്യം എന്തായിരുന്നു, മാറി നടന്ന കാര്യമാണ്. അല്ലാതെ ഒറ്റയടിക്കുന്ന ഡിക്രീസിങ് മാത്രമായിരുന്നു ഷുഗർ കെയിനിലുണ്ടായിരുന്നത്. അതെന്താണ് ചില ടൈമിൽ എന്തായിരിക്കും അത് നല്ല രീതിക്ക് ഇൻക്രീസ് ആവുന്നുണ്ട്, ചില ടൈമിൽ അതിൻ്റെ കൾട്ടിവേഷൻ എന്താണ് ഡിക്രീസ് ആവുന്നുണ്ട്. അല്ലാതെ സ്റ്റെഡിലി എന്താണ് ഡിക്രീസ് ആയി മാത്രമല്ല പോകുന്നത്. അതിനിപ്പോൾ എന്താണ് ഒരുപാട് നമ്മുടെ നാച്ചുറൽ ഫാക്ടേഴ്സ് ഉണ്ട്, ലൈക്ക് ഇപ്പം മഴയുടെയൊക്കെ ഇതായാലും ഇമ്പോർട്ടൻസ് ആയാലും അല്ലെങ്കിൽ മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. സോ അതുകൊണ്ട് എന്താണ് സ്റ്റെഡിലി ഡിക്രീസ് എന്നിവിടെ പറഞ്ഞേക്കുന്നതാണ് ഒരു എക്സ്ട്രീം ലെവലിൽ പറഞ്ഞേക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല എന്ന് നമ്മൾ കൺസിഡർ തന്നെ ഏതൊക്കെ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം, D കളയാം, C കളയാം, B കളയാം. സോ ദെൻ നമുക്ക് ഒരു ആൻസർ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ A ആയിരിക്കും, 1 and 3 only ആയിരിക്കും. ഓക്കെ, അപ്പോൾ 1 ഉം 3 മാത്രമാണ് കറക്റ്റ്, 2 4 തെറ്റാണ്. ഓക്കെ, സോ ഏരിയ അണ്ടർ റൈസ് കൾട്ടിവേഷൻ ഈസ് ദ ഹയസ്റ്റ്, അത് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ്, ഏരിയ അണ്ടർ ദ കൾട്ടിവേഷൻ ഓഫ് ജോവർ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ഓയിൽ സീഡ് എന്ന് പറയുന്നത് അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, തിരിച്ചാണ് വരുന്നത്. കാരണം ഏരിയ ടോട്ടൽ ഏരിയ അണ്ടർ വേരിയസ് ഓയിൽ സീഡ്സ് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഹയർ. ഓക്കെ, സോ ജോവർ അല്ല, തിരിച്ചെന്താണ് ഓയിൽ സീഡ്സ് ജോവറിനെക്കാട്ടി എന്താണ് ഹയർ എന്ന് പറയുന്നത്. ഓയിൽ സീഡ് എന്ന് പറയുമ്പോൾ എന്താണ് അതിപ്പോൾ നമുക്ക് സോയാബീൻ ഓയിൽ വരാൻ, ഗ്രൗണ്ട് നട്ട് വരാൻ, ഇതെല്ലാം എന്താണ് അതിൽ ഇൻക്ലൂഡ് ആവുന്നതാണ്. സോ അതായിരിക്കും എന്ത് കൂടുതൽ എന്നാണ് പറയുന്നത്. അതുപോലെ ഏരിയ ഓഫ് കോട്ടൺ കൾട്ടിവേഷൻ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ഷുഗർ കെയിൻ, അത് നമുക്ക് അറിയാവുന്നതാണ്. കാരണം ഹിസ്റ്റോറിക്കലി ആയാലും ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനിലായാലും എന്താണ് ഏരിയ ഓഫ് കോട്ടൺ കൾട്ടിവേഷൻ എന്താണ് എപ്പോഴും ഹയർ ആയിരിക്കും. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ശരിയാവും. ദെൻ ലാസ്റ്റ് വെച്ച് നമ്മൾ പറഞ്ഞു ഷുഗർ കെയിൻ്റെ കൾട്ടിവേഷൻ എന്താണ് സ്റ്റെഡിലി ഡിക്രീസ് ആവുക മാത്രമല്ല. ഓക്കെ, നെക്സ്റ്റ് 84. Among the agricultural commodities imported by India, which one of the following accounts for the highest imports in terms of value in the last 5 years? Okay, option A spices, option B fresh fruits, option C pulses, option D vegetable oils. So among the agricultural commodities imported by India, which one of the following accounts for the highest imports in terms of value in the last 5 years? Last 5 years ഇങ്ങനെ അഗെയിൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വെജിറ്റബിൾ ഓയിലാണ് ആൻസർ വരുന്നത്. അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. കാരണം ഏകദേശം 60% മുതൽ 70% ഇമ്പോർട്ട്സ്. ഓക്കെ, സോ അത് ഏതാണ് എഡിബിൾ ഓയിലിന് അതായത് വെജിറ്റബിൾ ഓയിൽസിന് എന്താണ് റിക്വയർ ആയിരുന്നു. സോ 60 to 70% ആണ് അതിൽ ഇമ്പോർട്ട് ചെയ്തിരുന്നത്.
ഓക്കെ, എസ്പെഷ്യലി നമുക്ക് പാം ഓയിൽ എവിടെ നിന്നൊക്കെയാണ്? ഇന്തോനേഷ്യ, അതുപോലെ മലേഷ്യ, ഇവിടങ്ങളിൽ നിന്നൊക്കെയാണ് കൂടുതലും പാം ഓയിൽ കൊണ്ടുവന്നത്. ദെൻ സോയാബീൻ ഓയിൽ ഉണ്ടായിരുന്നു. സോയാബീൻ ഓയിൽ അത് എവിടെ നിന്നൊക്കെയായിരുന്നു? യുക്രൈൻ, റഷ്യ തുടങ്ങിയ പ്ലേസിൽ നിന്നായിരുന്നു ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട വെജിറ്റബിൾ ഓയിൽസ് ആയിരുന്നു ഹയസ്റ്റ് ഇമ്പോർട്ട് ഇൻ ടേംസ് ഓഫ് വാല്യൂല് പറഞ്ഞത്. അതായത് ലാസ്റ്റ് 5 ഇയേഴ്സിൻ്റെ കാര്യം ഏകദേശം 60% to 70% എന്തായിരുന്നു ഇമ്പോർട്ടായിരുന്നു ഫ്രം ഇന്തോനേഷ്യ, മലേഷ്യ, യുക്രൈൻ, റഷ്യ ഇവിടെ നിന്നൊക്കെയായിരുന്നു. പാം ഓയിൽ ഫ്രം ഇന്തോനേഷ്യ ആൻഡ് മലേഷ്യ ആൻഡ് സോയാബീൻ ഓയിൽ ഫ്രം യുക്രൈൻ ആൻഡ് റഷ്യ. ഓക്കെ, സോ അതാണ് വരുന്നത്. സോ അത് അന്നത്തെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് 85. In the context of polity, which one of the following would you accept as the most appropriate definition of liberty? So ലിബർട്ടിയുടെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ടൈറനി ഓഫ് പൊളിറ്റിക്കൽ റൂളേഴ്സ്. സോ പൊളിറ്റിക്കൽ റൂളേഴ്സിന് ടൈറനി എന്നുള്ള പ്രൊട്ടക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് ലിബർട്ടിയാണോ? പൊളിറ്റിക്കൽ റൂളേഴ്സിന് മാത്രമുള്ള പ്രൊട്ടക്ഷൻ അങ്ങനെ പറയുന്നത് എന്താണ്? ഒരിക്കലും ഒരു എക്സാക്റ്റ് അല്ലെങ്കിൽ പ്രോപ്പർ ഡെഫിനേഷൻ ആയിരിക്കത്തില്ല ലിബർട്ടിയുടെ. സോ അത് നമുക്ക് ആദ്യം എലിമിനേറ്റ് ചെയ്യാം. സെക്കൻഡ്, ആബ്സെൻസ് ഓഫ് റെസ്ട്രെയിൻസ്. ആബ്സെൻസ് ഓഫ് റെസ്ട്രെയിൻസ് എന്താണ്? ലിബർട്ടിയാണ്, പക്ഷേ അതൊരു പോസിറ്റീവ് ലിബർട്ടി ആണോ നമ്മൾ ആലോചിക്കണം. കാരണം നമുക്ക് ഒരു റെസ്ട്രെയിൻസും ഇല്ലെങ്കിൽ എന്താണ് അവിടെ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഒരു ബോർഡേഴ്സ് ഇല്ലെന്നാണ് മീനിങ്. എന്ന് വെച്ചാൽ എന്തായിരിക്കും അവിടെ എന്ത് കാര്യം വേണം നമുക്ക് ചെയ്യാം. സോ അതെന്തായിരിക്കും? ഒരിക്കലും ഒരു പോസിറ്റീവ് രീതിക്ക് നമുക്ക് ലിബർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. വേണം ഇതിന് നമുക്ക് എന്താണ് ഒരു നെഗറ്റീവ് ലിബർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യാം. നെഗറ്റീവ് ലിബർട്ടി ആയിട്ട് നമുക്ക് എന്തിനാ ചെയ്യാം? ആബ്സെൻസ് ഓഫ് റെസ്ട്രെയിൻസിനെ പറയാം. കാരണം എന്താണ്? ആബ്സെൻസ് ഓഫ് റെസ്ട്രെയിൻസ് മീൻസ് ആബ്സെൻസ് ഓഫ് ഒബ്സ്റ്റക്കിൾസ്, ബാരിയേഴ്സ് ഓർ കൺസ്ട്രെയിൻസ് എന്നാണ് പറയുന്നത്. സോ നെഗറ്റീവ് ലിബർട്ടിയാണ് അതിൽ വരുന്നത്. അപ്പോൾ അതെന്തായാലും നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നെക്സ്റ്റ്, ഓപ്പർച്യൂണിറ്റി ടു ഡു വാട്ട് എവർ ഓൺ ലൈക്സ്. ഓക്കെ, ഒരാൾക്ക് ഇഷ്ടപ്പെട്ട എന്തും ചെയ്യാനുള്ള കാര്യം അതെന്താണ് ലിബർട്ടി ആവില്ല. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ ദോഷമായിട്ട് ബാധിക്കുന്നത് എന്താണ്? അത് അവരുടെ ലിബർട്ടി പോകുന്നതിന് തുല്യമാണ്. സോ അത് അവിടെ നമുക്ക് പോസിറ്റീവ് ലിബർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ എഗെയിൻ അതും എന്താണ് ലിബർട്ടിയുടെ ഡെഫിനിഷൻ വരത്തില്ല, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ വരത്തില്ല. ദെൻ നമുക്ക് ഫൈനലി ഒന്ന് മാത്രമേ ഉള്ളൂ, ഓപ്പർച്യൂണിറ്റി ഡെവലപ്പ് വൺ സെൽഫ് ഫുള്ളി. ഓക്കെ, ഒരാൾക്ക് ഡെവലപ്പ് ആകാനുള്ള ഓപ്പർച്യൂണിറ്റി, ആ ഒരു ഇതിനാണ് എന്ത്, അല്ലെങ്കിൽ ഒരാൾക്ക് മുഴുവനായിട്ട് ഡെവലപ്പ് ആകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അതിനാണ് എന്തെന്ന് പറയുന്നത് ലിബർട്ടി എന്ന് പറയുന്നത്. സോ ആൻസർ അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ് 85 വരുന്നത്. ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് വൺ സെൽഫ് ഫുള്ളി, അതാണെന്ത് ഓപ്ഷൻ ആൻസർ വരുന്നത്. നെക്സ്റ്റ് 86 ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which one of the following is not the most likely measures the government or RBI takes to stop the slide of Indian rupee? Okay, Indian rupeeയുടെ സ്ലൈഡ് കുറയ്ക്കാനായിട്ട്. ഓക്കെ, ഈ ഫോളോയിങ് ഈസ് നോട്ട് ദ മോസ്റ്റ് ലൈക്ലി മെഷർ. ഓക്കെ, ചെയ്യാൻ പാടില്ലാത്ത മെഷർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അതായത് ഇന്ത്യൻ റുപ്പിയുടെ സ്ലൈഡ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, ഏത് മെഷറാണ് ചെയ്യാൻ പാടില്ലാത്തതെന്നാണ് പറഞ്ഞേക്കുന്നത്. നോക്കാം നമുക്ക്. ഓപ്ഷൻ എ, കർബിംഗ് ഇമ്പോർട്ട്സ് ഓഫ് നോൺ എസെൻഷ്യൽ ഗുഡ്സ് ആൻഡ് പ്രൊമോട്ടിംഗ് എക്സ്പോർട്സ്. ഓക്കെ, തീർച്ചയായിട്ടും അതെന്താണ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം എന്താണ്? പ്രൊമോട്ടിംഗ് എക്സ്പോർട്ട്, നമ്മൾ എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുന്ന കാരണം എന്താണ്? റുപ്പിയുടെ വാല്യൂ ഇൻക്രീസ് ആവത്തേ ഉള്ളൂ. കാരണം ഇവിടെ എന്താണ്? കർബിംഗ് ഇമ്പോർട്ട്സ് ഓഫ് നോൺ എസെൻഷ്യൽ ഗുഡ്സും അതുപോലെ എന്താണ് പ്രൊമോട്ടിംഗ് എക്സ്പോർട്ട്, അതെന്താണ് എന്തായാലും വരുന്ന കാര്യമാണ്. നെക്സ്റ്റ്, encouraging Indian borrowers to issue rupee denominated masala bonds. So rupee denominated ആയിട്ടുള്ള മസാല ബോൺസ് എന്താണ്? ഇന്ത്യൻ ബോറോവേഴ്സ് എന്താണ് ഇഷ്യൂ ചെയ്താൽ അത് എന്താണ്? ഇന്ത്യൻ റുപ്പിയുടെ ആ ഒരു വാല്യൂ ഇൻക്രീസ് ചെയ്യത്തേ ഉള്ളൂ. സോ അതും എന്തായിരിക്കും? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. അതും ശരിയായിട്ട് വരുന്നുണ്ട്. ദെൻ ഈസിങ് കണ്ടീഷൻസ് റിലേറ്റിംഗ് ടു ദ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്. എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്ങിൻ്റെ കണ്ടീഷൻസ് എന്താണ്? ഈസി ചെയ്യുക. അതും ഇപ്പോൾ എന്താണ്? തീർച്ചയായിട്ടും വരുന്നതാണ്. അപ്പോൾ പിന്നെ അവസാനമുള്ളത് എന്താണ്? ഫോളോയിങ് ആൻ എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി. പക്ഷേ എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി നമ്മൾ ചെയ്താൽ എന്തായിരിക്കും അതിൻ്റെ ഫലം വരുന്നത്? എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് റേറ്റ് ലോവർ ചെയ്യുക, അതുപോലെ എന്താണ് മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ലോവറിങ് ഇൻട്രസ്റ്റ് റേറ്റ് അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസിങ് മണി സപ്ലൈ. സോ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്താൽ നോർമലി എന്താണ് ഉണ്ടാകുന്നത്? ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ആൻഡ് ഇൻഫ്ലേഷൻ. സോ ഇറ്റ്സ് ലീഡ് ടു ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ആൻഡ് ഇൻഫ്ലേഷൻ.
ഓക്കെ, ഇൻഫ്ലേഷൻ ഉണ്ടായപ്പോൾ നമുക്ക് പറയേണ്ട കാര്യമില്ല. കാരണം എന്താണ്, അത് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ അസറ്റ്സ് അതായത് ഇപ്പോൾ ബോണ്ട് പോലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ലെസ് അട്രാക്റ്റീവ് ആക്കും. ആൻഡ് ഓൾസോ ദേ മൂവ് ക്യാപിറ്റൽ ടു കൺട്രീസ് വിത്ത് ഹയർ റിട്ടേൺസ്. ഓക്കെ, നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എന്താണ് മറ്റു കൺട്രീസിലേക്ക് ഹയർ ഇൻട്രസ്റ്റ് കിട്ടുന്ന മറ്റ് കൺട്രീസിലേക്ക് എന്താണ് മൂവ് ചെയ്യുകയും ചെയ്യും. സോ അതെന്തായിരിക്കും നമുക്ക് ഒരിക്കലും നല്ല ഒരു കാര്യമായിരിക്കത്തില്ല. സോ എന്തായിരിക്കും, ഒരിക്കലും ഫോളോയിങ് ആൻ എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി എന്താണ് RBI അല്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്യത്തില്ല. ഓക്കെ, ഇന്ത്യൻ റുപ്പിയുടെ സ്ലൈഡ് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ എന്താണ് അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് എന്താണ് ഒരിക്കലും RBI അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്താണ് ഒരു എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ചെയ്യത്തില്ല. കാരണം അങ്ങനെ ചെയ്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി എന്ന് വെച്ചാൽ ലോവറിങ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഇൻക്രീസിങ് മണി സപ്ലൈ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഉണ്ടായ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ഇൻക്രീസ് ആവുകയും അതുകൂടെ എന്താണ് ഇൻഫ്ലേഷൻ വരികയും ചെയ്യും. ഇൻഫ്ലേഷൻ വന്നാൽ പിന്നെ എന്താണ് നമ്മുടെ റുപ്പിയുടെ വാല്യൂ കുറയുകയേ ചെയ്യത്തുള്ളൂ. സോ ആൻസർ വരുന്നത് 86 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് 87. Consider the following statements. The Reserve Bank of India's recent directives relating to storage of payment system data, okay, storage of payment system data, popularly known as data diktat, command the payment systems providers that they shall ensure that entire data relating to payment system operated by them are stored in a systems only in India. Second statement, they shall ensure that the system are owned and operated by public sector enterprises. Third statement, they shall submit the consolidated system audit report to the Comptroller and Auditor General of India by the end of a calendar year. അപ്പോൾ ഇത് ഏതെങ്കിലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കി. ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറയുന്നത്, they shall submit the consolidated system audit report to the Comptroller and Auditor General of India. നമ്മൾ ഓൾറെഡി പറഞ്ഞത് ആരുടേതാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു ഡയറക്റ്റീവ്സ് ഇറക്കിയത്. സോ നോർമലി ഇവരപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇറക്കിയ ഒരു ഇതിൻ്റെ കാര്യം അല്ലെങ്കിൽ അവർ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ എന്തായിരിക്കും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് റിപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഒരു രീതിക്ക് നമ്മൾ ചിന്തിച്ചതാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആവാൻ ചാൻസ് കൂടുതലാണ്. കാരണം എന്താണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് എന്താണ് ഇതിപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ് അല്ലെങ്കിൽ അവർ ഡയറക്റ്റീവ് ചെയ്യുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ റിപ്പോർട്ട് ആർക്കായിരിക്കും കൊടുക്കേണ്ടത്, നോർമലി RBIക്ക് ആയിരിക്കും കൊടുക്കേണ്ടത്. സോ ഇവിടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് റോങ് ആൻസർ ആണ്. അപ്പോൾ 3 എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും അത് കളയാം. ദെൻ ഒന്നാമത്തത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ് പറയുന്നത്, കാരണം രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. They shall ensure that entire data relating to payment systems operated by them are stored in systems only in India. Next, they shall ensure that the systems are owned and operated by public sector enterprises. അപ്പോൾ എന്താണ്, സിസ്റ്റം ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ഓൺലി ഇൻ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പബ്ലിക് സെക്ടർ മാത്രമേ ഇതാക്കാവുന്നതാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം ഇതിൻ്റെ കാര്യത്തിൽ എന്താണ് പ്രൈവറ്റ് സെക്ടേഴ്സിനും ഇൻവോൾവ് ആവാം. ഓക്കെ, സോ ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഫോറിൻ പേയ്മെൻറ്റ് സിസ്റ്റം പ്രൊവൈഡേഴ്സ്, അതായത് എന്താണ് ഇപ്പോൾ വിസ കാർഡ് ഉണ്ട്, മാസ്റ്റർ കാർഡ്സ് ഉണ്ട്, UPI ബേസ്ഡ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ. അപ്പോൾ ഇവർക്കെല്ലാം തന്നെ എന്താണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ബട്ട് ദേ ഹാവ് ടു പ്രൊവൈഡ് ദ ഡേറ്റ ഈസ് സ്റ്റോർഡ് വിത്തിൻ ഇന്ത്യ. ഇന്ത്യയിലായിരിക്കും ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. പബ്ലിക് സെക്ടർ മാത്രമല്ല അവിടെ എന്താണ് പ്രൈവറ്റ് ആൻഡ് ഫോറിൻ പേയ്മെൻറ്റ് സിസ്റ്റത്തിനും അതിൽ ഇൻവോൾവ് ആവാനായിട്ട് പറ്റും. അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്, ഓപ്ഷൻ എ ആണ്, 1 ഓൺലിയാണ് വരുന്നത്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതാരാണ് ഓഡിറ്റ് ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത്, RBIക്ക് വേണ്ടി ആയിരിക്കും. ഓക്കെ, സോ ഇത് പറയുന്ന ഏത് ഓഡിറ്റ് റിപ്പോർട്ടിലാണ്, CERT ഇനിലാണ്, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമിൻ്റെ കാര്യത്തിലാണ് ഇത് പറയുന്നത്. CERT ഇനിലാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഓക്കെ, സോ അതാണ് 87ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്, ഓപ്ഷൻ എ ആണ്, 1 ഓൺലി മാത്രമായിരിക്കും. ഓക്കെ, ബാക്കി 2 സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അപ്പോൾ ഇവിടെ പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ മാത്രമല്ല ഇൻക്ലൂഡിങ് പ്രൈവറ്റ് സെക്ടർ, അവർ എന്താണ് മറ്റ് ഫോറിൻ പേയ്മെൻറ്റ് സിസ്റ്റത്തിന് ഇൻവോൾവ് ആവാം. ദെൻ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് കൊടുക്കണമെന്നാണ്. ബട്ട് അതെന്താണ് ഡയറക്റ്റ്ലി RBIക്കാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ അതാണ് 87th ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 88 ആണ്. Which of the following adopted a law on data protection and privacy for its citizens known as General Data Protection Regulation in April 2016 and started implementation of it from 25th May 2018? Option A Australia, Option B Canada, Option C European Union, Option D United States of America. അപ്പോൾ ഇതിൽ ഏതാണ് ജനറൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ കൊണ്ടുവന്നത്? ഓക്കെ, സോ അഗെയിൻ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ആൻസർ വരുന്നത് ഏതാണ്, ദ യൂറോപ്യൻ യൂണിയൻ ആണ്. ഓക്കെ, EU ആണ് ജനറൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ 2016 ഏപ്രിലിൽ കൊണ്ടുവന്നത്. ഓക്കെ, സോ എന്താണ് ഈ ജനറൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ എന്ന് പറയുന്നത്? ഇതൊരു കോംപ്രിഹെൻസീവ് ലീഗൽ ഫ്രെയിംവർക്ക് ആയിരുന്നു. കോംപ്രിഹെൻസീവ് ലീഗൽ ഫ്രെയിംവർക്ക്.
ബൈ യൂറോപ്യൻ യൂണിയൻ. ഓക്കെ, സോ ഇത് കൂടെ എന്താണ്, ഇത് എവിടേക്ക് അപ്ലൈ ചെയ്യുന്നു? ഇറ്റ് അപ്ലൈ ടു ഓൾ ഓർഗനൈസേഷൻസ് ഓപ്പറേറ്റിംഗ് വിത്തിൻ ദ യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയനകത്ത് ഓപ്പറേറ്റ് ചെയ്തിരുന്ന കാര്യങ്ങളിലും അതുകൂടാതെ എന്താണ്, ആസ് വെൽ ആസ് ദോസ് ഔട്ട്സൈഡ് ദ യൂറോപ്യൻ യൂണിയൻ. ഓക്കെ, ദോസ് ഔട്ട്സൈഡ് European Union that offers goods and services to European Union citizens. Okay, outside of European Union citizens എന്താണ് goods and services. ഓക്കെ, സോ അതാണ് ഏതിൽ വരുന്നത്? ജനറൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷനിൽ വരുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ ആണ് ജനറൽ ഡേറ്റ റെഗുലേഷൻ പ്രൊട്ടക്ഷൻ കൊണ്ടുവന്നത്. ഓക്കെ, ജനറൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ കൊണ്ടുവന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 89. Recently, India signed a deal known as Action Plan for Prioritization and Implementation of Cooperation Areas in the Nuclear Field with which of the following countries? So, India Action Plan for Prioritization and Implementation of Cooperation Areas in the Nuclear Field എന്ന് പറയുന്ന ഈ ഒരു ഡീല് അല്ലെങ്കിൽ ഈ ഒരു ഡീല് സൈൻ ചെയ്തത് ആരുമായിട്ടായിരുന്നു? ഏത് രാജ്യമായിട്ടാണ്? ജപ്പാൻ, റഷ്യ, UK, USA. ഇപ്പോൾ ഏത് രാജ്യമായിട്ടാണ് ഇന്ത്യ സൈൻ ചെയ്തേക്കും? ക്യാബിനറ്റ് ഇനി സൈൻ ചെയ്ത ഏതുമായിട്ടാണ്? റഷ്യയുമായിട്ടാണ്. ഓക്കെ, സോ റഷ്യയുമായിട്ട് ഒക്ടോബർ 5 ഇത് സൈൻ ചെയ്തത്. ഏതായിരുന്നു ഒക്കേഷൻ എന്ന് പറയുന്നത്? 19th ഇന്ത്യ റഷ്യ ആനുവൽ ബയലാറ്ററൽ സമ്മിറ്റ്. ഓക്കെ, എവിടെയായിരുന്നു ഹെൽഡ് ചെയ്തത്? ഇവിടെ ന്യൂഡൽഹിയിലായിരുന്നു ഹെൽഡ് ചെയ്തത്. ഓക്കെ, സോ അവിടെ വെച്ച് 2015 ഒക്ടോബർ 5 19th ഇന്ത്യ റഷ്യ ആനുവൽ ബയലാറ്ററൽ സമ്മിറ്റ് ന്യൂഡൽഹിയിൽ വെച്ചാണ് ഇന്ത്യ ഇതിൽ സൈൻ ചെയ്തത്. ആരുമായിട്ടായിരുന്നു? റഷ്യ ആയിട്ടായിരുന്നു. ഓക്കെ, സോ ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? ദ പ്ലാൻ ഇൻവോൾവ്സ് ദ കൺസ്ട്രക്ഷൻ ഓഫ് 6 ന്യൂക്ലിയർ പവർ യൂണിറ്റ്സ് ഓഫ് റഷ്യ ഡിസൈൻഡ് അറ്റ് ന്യൂ സൈറ്റ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, സോ റഷ്യയുടെ 6 ന്യൂക്ലിയർ പവർ യൂണിറ്റ്സ്, 6 nuclear power units of Russia construct in India. അല്ലെങ്കിൽ അത് ഇന്ത്യയിലെ സൈറ്റ്സ് എന്താണ് ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുക. അതായിരുന്നു ഇതിൽ പറയുന്നത്. ആൻഡ് ഓൾസോ അതുകൊണ്ട് എന്താണ് ഇത് മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവിന് എന്തായിരുന്നു ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു, ഹെൽപ്ഫുൾ ആയിരുന്നു നമുക്ക് വേണമെങ്കിൽ എന്താണ് പറയാം. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, റഷ്യയാണ്. ആക്ഷൻ പ്ലാൻ ഫോർ പ്രയോറിറ്റൈസേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് കോപ്പറേഷൻ ഏരിയാസ് ഇൻ ദ ന്യൂക്ലിയർ ഫീൽഡ് ആരുമായിട്ട് സൈൻ ചെയ്തത്? ഇന്ത്യ ആയിട്ട് സൈൻ ചെയ്തത്. ഓക്കെ, സോ 89 ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. നെക്സ്റ്റ് 90. The money multiplier in an economy increases with which one of the following? അപ്പോൾ മണി മൾട്ടിപ്ലയർ ഏത് വെച്ചാൽ ഇൻക്രീസ് ചെയ്തതെന്ന് ചോദിച്ചിരിക്കുന്നത്. Increase in the CRR, cash reserve ratio, increase in the banking habit of the population, increase in the statutory liquidity ratio, increase in the population of the country. Again, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മണി മൾട്ടിപ്ലയർ ഒരു എക്കോണമിയിൽ മണി മൾട്ടിപ്ലയർ ഇൻക്രീസ് ആവണം എന്നാണ് നിശ്ചയിക്കുന്നത്. നമുക്ക് ഓരോന്ന് എലിമിനേറ്റ് ചെയ്ത് നോക്കാം. ലാസ്റ്റ് ഓപ്ഷൻ നോക്കി, ഇൻക്രീസിങ് ഇൻ ദ പോപ്പുലേഷൻ ഓഫ് ദ കൺട്രി. ഒരു കൺട്രിയുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാണ്. ഒരു കൺട്രിയുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞാൽ അവിടെ മണി മൾട്ടിപ്ലയർ ഉണ്ടാവണമെന്നില്ല. കാരണം ആളുകൾ എന്താണ് ബാങ്ക് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ എന്താണ് മണി മൾട്ടിപ്ലയർ അവിടെ സാധ്യമാകത്തില്ല. ആളുകൾ ചെറിയ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരുന്നു പറഞ്ഞാൽ അത് മണി മൾട്ടിപ്ലയർ ഇൻക്രീസ് ആവാനുള്ള ഒരു ഫാക്ടർ അല്ല. സോ ആദ്യം നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇൻക്രീസ് ഇൻ SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. നമുക്കറിയാം SLR ആയാലും അതുപോലെ ഇവിടെ ഓപ്ഷൻ എ പറയുന്നത് ക്യാഷ് റിസർവ് റേഷ്യോ, CRR ആയാലും എന്താണ് ഇത് രണ്ടും ബാങ്ക് കീപ്പ് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് ബാങ്ക് മണി ഹോൾഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ബാങ്ക് റിസർവ് ചെയ്യുന്ന മണിയാണ് പറയുന്നത്. ഓക്കെ, CRR ആയാലും അതുപോലെ എന്താണ് SLR ആയാലും ഇത് രണ്ടും എന്താണ് ബാങ്ക്സ് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു മണി. ഓക്കെ, റിസർവ്, ബാങ്ക്സ് റിസർവിനെയാണ് പറയുന്നത്. ഓക്കെ, സോ ഇത് ബാങ്കിന്റെ റിസർവ് കൂടി എന്താണ് സംഭവിക്കുന്നത്? അത് ലെൻഡിങ് കുറയ്ക്കും. ഓക്കെ, ലെൻഡിങ് കുറയ്ക്കും. ബാങ്കിന്റെ റിസർവ് കൂടിയാൽ എന്ത് സംഭവിക്കും? ലെൻഡിങ് കുറയ്ക്കും. റിസർവ് കൂടുന്നതനുസരിച്ച് എന്താണ് ലെൻഡിങ് കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ലെൻഡിങ് കുറഞ്ഞാൽ എന്തിന് കാരണമാവും? റെഡ്യൂസിങ് മണി മൾട്ടിപ്ലയറിനാണ് കാരണമാകുന്നത്. റെഡ്യൂസിങ് മണി മൾട്ടിപ്ലയർ. ഓക്കെ, സോ CRR ആയാലും അതുപോലെ SLR ആയാലും ഇത് രണ്ടും ഇൻക്രീസ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? ബാങ്ക്സ് അവരുടെ റിസർവ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ബാങ്ക്സ് റിസർവ് കൂട്ടി അവരെന്താണ് ലെൻഡിങ് കുറയ്ക്കേണ്ടി വരും. ലെൻഡിങ് കുറച്ച് എന്താണ് മണിയുടെ എന്താണ് റെഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. മണി മൾട്ടിപ്ലയർ എന്താണ് റെഡ്യൂസ് ആവുകയും ചെയ്യുന്നത്. മണി എന്താണ് ഇറങ്ങത്തില്ല, നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമ്മുടെ സൊസൈറ്റിയിലോട്ട് എന്താണ് മണി ഇറങ്ങത്തില്ല. സോ അതുകൊണ്ട് എന്താണ് അവിടെ മണി മൾട്ടിപ്ലയർ റെഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ എയും സിയും അല്ല. ദെൻ ഓപ്ഷൻ വരുന്നത് ഏതാണ്?
ഓപ്ഷൻ ബി ആണ് ഇൻക്രീസ് ഇൻ ദ ബാങ്കിങ് ഹാബിറ്റ്സ് ഓഫ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ്റെ ബാങ്കിങ് ഹാബിറ്റ്സ് എന്താണ് ഇൻക്രീസ് ആയാൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ, മണി മൾട്ടിപ്ലയർ ഇൻക്രീസ് ആകത്തുള്ളൂ ഒരു എക്കോണമിയെ. സോ അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ആൻസർ ചെയ്താവുന്നതാണ് എല്ലാവർക്കും. അപ്പോൾ ആൻസർ വരുന്നത് 19th ക്വസ്റ്റ്യൻ ബി ആണ് വരുന്നത്. നെക്സ്റ്റ് 91. In the context of digital technologies for entertainment, consider the following statements. The augmented reality (AR), a simulated environment is created and the physical world is completely shut out. In virtual reality or VR, images generated from a computer are projected onto real-life objects or surroundings. Third statement, AR allows individuals to be present in the world and improves the experience using the camera or smartphone or PC. VR closes the world and transposes an individual, providing complete immersion experience. So which of the statement given above is correct? 1 and 2 only, option B 3 and 4 only, option C 1, 2 and 3, option D 4 only. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തിനെ പറ്റിയാണ് പറയുന്നത്? AR അല്ലെങ്കിൽ ഓഗ്മെന്റഡ് റിയാലിറ്റിയെ പറ്റിയും VR വിർച്വൽ റിയാലിറ്റിയെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. സെക്കൻഡ് ഫാക്റ്റ് ആണ്, നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ എന്താണ് ഓഗ്മെന്റഡ് റിയാലിറ്റി, എന്താണ് VR അല്ലെങ്കിൽ വിർച്വൽ റിയാലിറ്റി എന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഡിജിറ്റൽ ടെക്നോളജിയിലും ഡിജിറ്റൽ എൻ്റർടൈൻമെൻറ്റിലൊക്കെ എന്താണ് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള രണ്ട് ടേംസാണ് ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി അതുപോലെ വിർച്വൽ റിയാലിറ്റി VR പറയുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ രണ്ടിൻ്റെയും കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് അറിഞ്ഞാലും ഈ ക്വസ്റ്റ്യൻ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? AR simulated environment is created and ഫിസിക്കൽ വേൾഡ് ഇസ് കംപ്ലീറ്റ്ലി ഷട്ട് ഔട്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതെന്താണ് VR-ന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. ഓക്കെ, വിർച്വൽ റിയാലിറ്റിയിലാണത് ഈ ഒരു കാര്യം നടക്കുന്നത്, AR-ലല്ല, പകരം എന്താണ് VR-ലാണ് സംഭവിക്കുന്നത്. ഓക്കെ, AR എന്ന് പറയുന്നത് എന്താണ്? അത് ഡിജിറ്റൽ എൻവയോൺമെന്റ് എന്താണ് റിയൽ വേൾഡിൽ നിന്ന് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ജസ്റ്റ് എന്താണ് ഡിജിറ്റൽ എൻവയോൺമെന്റ്. ഓക്കെ, ഇത് ഓവർലൈസ് ഡിജിറ്റൽ എലമെന്റ്സ് ഓൺ ടു ദ റിയൽ വേൾഡ്. ഓക്കെ, റിയൽ വേൾഡിലേക്ക് ഡിജിറ്റൽ എലമെന്റിനെ കൊണ്ടുവരും, അതാണ് AR പറയുന്നത്. അപ്പോൾ AR-നെ എന്താണ് പറയുന്നത്? Overlays digital elements onto the real world. ഓക്കെ, ബട്ട് VR ആണ് എന്താണ് പറയുന്നത്? അത് ഫിസിക്കൽ വേൾഡിനെ കംപ്ലീറ്റ് ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് സിമുലേറ്റഡ് എൻവയോൺമെന്റ് ഇസ് ക്രിയേറ്റഡ് ആൻഡ് ദ ഫിസിക്കൽ വേൾഡ് ഇസ് കംപ്ലീറ്റ്ലി ഷട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. സോ അതാണ് എന്ത് VR AR തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ് പരസ്പരം മാറ്റിയാണ് കൊടുത്തേക്കുന്നത്. സോ 1, 2 എന്താണ് റോങ് ആണ്. സോ അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? നമുക്ക് ഓപ്ഷൻ B ആണ് 3ഉം 4ഉം വരുന്നത്. ഓക്കെ, 3ഉം 4ഉം എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. AR allows individuals to be present in the world and improves the experience using the camera of a smartphone or PC. Then VR closes the world and transposes an individual, providing complete immersion experience. So ഇത് രണ്ടുമാണ് ശരിയായിട്ട് പറയുന്നത്. കാരണം VR യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഹെഡ്സെറ്റും മറ്റുമൊക്കെ എന്താണ് അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താണ് അത് നമ്മുടെ സറൗണ്ടിങ് ആയിട്ടുള്ള ഫിസിക്കൽ വേൾഡിൽ നിന്ന് എന്താണ് നമ്മൾ മാറ്റി നിർത്തുന്നത്. സോ അതാണ് അതുകൊണ്ട് തന്നെ ഫുള്ളി കമ്പ്യൂട്ടർ ജനറേറ്റഡ് 3D എൻവയോൺമെന്റിൽ എന്താണ് നമുക്ക് പോകാനായിട്ട് പറ്റും. കാരണം അത് യൂഷ്വലി ഒരു ഗ്ലാസ് പോലെ നമുക്ക് എന്താണ് സ്ക്രീൻ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഹെഡ്സെറ്റ് യൂസ് ചെയ്യും. സോ നമ്മുടെ കംപ്ലീറ്റ് എൻവയോൺമെന്റിൽ നിന്നാണ് നമ്മൾ മാറിയാണ് നിൽക്കുന്നത്. സോ അതാണ് VR AR തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്. 3 and 4 റൈറ്റ് ആൻസർ ആണ് വരുന്നത്. Okay, so അതാണ് 91ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 92. The word Denisovan is sometimes mentioned in the media in reference to fossil of a kind of dinosaurs, an early human species, a cave system found in Northeast India, a geological period in the history of Indian subcontinent. അഗെയിൻ കണ്ടഫേസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഡെനിസോവനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ഓപ്ഷൻ B ആണ് വരുന്നത്. ആൻഡ് ഏർലി ഹ്യൂമൻ സ്പീഷീസ് ആണ് ഡെനിസോവൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡെനിസോവൻ എന്ന് പറയുന്നതാണ് അതൊരു എക്സ്റ്റിങ്ക്ട് സ്പീഷീസ് ആണ്. ഓക്കെ, ഇറ്റ്സ് ആൻ എക്സ്റ്റിങ്ക്ട് സ്പീഷീസ്. ആൻഡ് ഏത് പീരീഡിലായിരുന്നു ഉണ്ടായിരുന്നത്? ഇത് സബ്സ്പീഷീസ് ഓഫ് ഇത് ഏതിൻ്റെ സബ്സ്പീഷീസ് ആയിരുന്നു? സബ്സ്പീഷീസ് ഓഫ് ആർക്കൈക് ഹ്യൂമൻസ്. ഓക്കെ, സോ ആർക്കൈക് ഹ്യൂമൻസിൻ്റെ സബ്സ്പീഷീസ് ആയിരുന്നു ഏതെന്ന് പറയുന്നത് ഈ ഡെനിസോൺസ് എന്ന് പറയുന്നത്. ആൻഡ് ആൾസോ മെയിനായിട്ട് അവർ ലിവ് ചെയ്യുന്നത് ഏഷ്യയിലേക്കായിരുന്നു. ഓക്കെ, ലോവർ ആൻഡ് മിഡിൽ പാലിയോലിത്തിക് പീരീഡിൽ ലോവർ ആൻഡ് മിഡിൽ പാലിയോലിത്തിക്
മിഡിൽ പാലിയോലിത്തിക് പീരീഡിൽ എവിടെയായിരുന്നു? ഏഷ്യൻ കോണ്ടിനെന്റിലായിരുന്നത് ഇവർ ജീവിച്ചിരുന്നത്. സോ അതാണ് പറയുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഫോസിൽ എവിഡൻസ് കിട്ടിയ 2010-ലാണ്. ഫസ്റ്റ് ഫോസിൽ എവിഡൻസ് ഡെനിസോൻ്റെ ഫസ്റ്റ് ഫോസിൽ എവിഡൻസ് 2010-ലാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഡെനിസോൺ എന്ന് വെച്ചാൽ എന്താണ്? ദേ ആർ ആൻ ഏർലി ഹ്യൂമൻ സ്പീഷീസ് ഓഫ് ദ സബ് സ്പീഷീസ് ഓഫ് ആർക്കൈ ഹ്യൂമൻസ് ആൻഡ് ഓൾസോ ദേ ആർ മെയിൻലി ഫൗണ്ട് ഇൻ ദ ലോവർ ആൻഡ് മിഡിൽ പാലിയോലിത്തിക് പീരീഡ് ഇൻ ഏഷ്യ. ഓക്കെ, ഓൾറെഡി എക്സ്റ്റിങ്ക്റ്റഡ് ആണത്. അതാണ് 92ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റാണ്. 93. With reference to recent developments in science, which one of the following statement is not correct? Not correct ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തതെന്ന് പറഞ്ഞിരിക്കുന്നത്? First one, functional chromosomes can be created by joining segments of DNA taken from cells of different species. Second one, pieces of artificial functional DNA can be created in laboratories. Third one, a piece of DNA taken from an animal cell can be made to replicate outside a living cell in a laboratory. And nextly, cells taken out from plants and animals can be made to undergo cell division in laboratory petri dishes. അപ്പോൾ ഇത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റാണ് തെറ്റെന്നാണ് ചോദിച്ചത്? നോട്ട് കറക്റ്റാണ് ചോദിച്ചത് നമ്മളാണ്. ഓക്കെ, നമുക്കിതിൽ കറക്റ്റായിട്ടുള്ള ഏതെങ്കിലും അറിയാമോ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. A piece of DNA taken out from an animal cell can be made to replicate outside a living cell in a laboratory. അത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഒരുപാട് കേട്ടുള്ളൂ. കാരണം നമ്മൾ ആനിമൽ സെല്ലിനെ എടുത്തിട്ട് എന്താണ് അതിനെ റെപ്ലിക്കേറ്റ് ചെയ്ത് നമുക്ക് പുറത്ത് വെച്ച് എന്താണ് റെപ്ലിക്കേറ്റ് ചെയ്ത് ലിവിങ് സെല്ലിൽ ഔട്ട്സൈഡ് ലിവിങ് സെൽ ഇനി ലബോറട്ടറിയിൽ എന്താണ് റെപ്ലിക്കേറ്റ് ചെയ്ത് യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പ്രോസസ്സിന് നമ്മൾ ഒരുപാട് കേട്ടുള്ള പേരായിരിക്കും എന്തെന്ന് പറയുന്നത് ക്ലോണിങ് എന്ന്. ഓക്കെ, ക്ലോണിങ്. സോ ഇതെന്തായാലും അപ്പോൾ എന്തായിരിക്കും ശരിയായിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് ഡി നോക്കി. സെൽസ് ടേക്കൺ ഔട്ട് ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ക്യാൻ ബി മെയ്ഡ് ടു അണ്ടർഗോ സെൽ ഡിവിഷൻ ഇൻ ലബോറട്ടറി പെട്രി ഡിഷസ്. അതിന് പറയുന്ന പേരാണത്, നമ്മൾ കേട്ടുള്ള ഒരു പേരാണത് ടിഷ്യൂ കൾച്ചർ എന്ന് പറയും. ഓക്കെ, ഇതും നമ്മൾ കേട്ടുള്ള ടിഷ്യൂ കൾച്ചറും ക്ലോണിങ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യം, നമ്മൾ കേട്ടുള്ള കാര്യമാണ്. സോ അപ്പോൾ എന്താണ് ആ രണ്ട് ഓപ്ഷനല്ല നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. നെക്സ്റ്റ്, പീസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഫങ്ഷണൽ DNA ക്യാൻ ബി ക്രിയേറ്റഡ് ഇൻ ലബോറട്ടറീസ്. ഇതിന് പറയുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ ജീൻ സിന്തസിസ് എന്ന്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി പറയുന്നതാണ് ആർട്ടിഫിഷ്യൽ ജീൻ സിന്തസിസ്. സോ ഇതുമല്ല. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്. Functional chromosomes can be created by joining segments of DNA taken from cells of different species. ഇവിടെ ഫങ്ഷണൽ ക്രോമസോം അല്ല വരുന്നത്. നമുക്ക് എന്താണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ആർട്ടിഫിഷ്യൽ ക്രോമസോംസ് ആണ്. ആർട്ടിഫിഷ്യൽ ക്രോമസോംസ് ആണ്. സോ ഇവിടെ ഫങ്ഷണൽ ക്രോമസോം എന്ന് കൊടുത്താണത് റോങ് ആയിട്ട് വരുന്നത്. കാരണം ആർട്ടിഫിഷ്യൽ ക്രോമസോംസ് ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ ജോയിനിങ് സെഗ്മെന്റ്സ് ഓഫ് DNA taken from cells of different species. അതാണത് റൈറ്റ് ആയിട്ട് വരുന്നത്. സോ ആൻസർ വരുന്നത് എന്താണ്? നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 94. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. എ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇസ് ആൻ ഇലക്ട്രോണിക് റെക്കോർഡ് ദാറ്റ് ഐഡന്റിഫൈസ് ദ സർട്ടിഫൈയിങ് അതോറിറ്റി ഇഷ്യൂയിങ് ഇറ്റ്. Second statement, used to serve as a proof of identity of an individual to access information or server on internet. Or third statement, an electronic method of signing an electronic document and ensuring that the original content is unchanged. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം ഏതെങ്കിലും. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കി. എ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇസ് യൂസ്ഡ് ടു സെർവ് ആസ് എ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി of an individual to access information or server on internet. ഓക്കെ, ഒരു ഇന്റർനെറ്റിൽ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ സെർവർ ഇന്റർനെറ്റ് സെർവർ ആക്സസ് ചെയ്യാനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റിയാണ് ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല. സോ അതുകൊണ്ട് എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ചാൽ ഒരു ഇൻഡിവിജ്വലിന്റെ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഇന്റർനെറ്റിൽ സെർവർ ഇതാക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതൊരു ഐഡന്റിറ്റി കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് രണ്ട് എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാം. ദെൻ നമുക്കുള്ള ഓപ്ഷൻസ് 1 only അല്ലെങ്കിൽ 3 only. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് ഡിജിറ്റൽ സിഗ്നേച്ചറിന് ചേരുന്ന ഏതാണെന്ന് നമുക്ക് പോകാം. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കി. ആൻ ഇലക്ട്രോണിക് മെത്തേഡ് ഓഫ് സൈനിങ്. ഓക്കെ, സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ നോർമൽ സൈനിങ് ആണ്. സൈനിങ് ആൻ ഇലക്ട്രോണിക് ഡോക്യുമെന്റ് and ensuring that the original content is unchanged. Okay, so വളരെ സിമ്പിളായിട്ട് തന്നെ അതിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? an electronic method of signing an electronic document and ensuring that the original content is unchanged. Original content unchanged ആവാതിരിക്കുന്നു
പക്ഷേ എന്താണ് ഒരു സൈനിങ് ആണ്, ഒരു ഇലക്ട്രോണിക് മെത്തേഡ് ഓഫ് സൈനിങ് ആണ് പറഞ്ഞത് ഡിജിറ്റൽ ഡോക്യുമെന്റ്സിൽ. സോ അതാണെന്ത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇത് നമുക്ക് മനസ്സിലാവും അത് വായിക്കുമ്പോൾ തന്നെ. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്, 3 ഓൺലി ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? റോങ് ആയിരിക്കും. അപ്പോൾ ഒന്നാം സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്? എ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇസ് ആൻ ഇലക്ട്രോണിക് റെക്കോർഡ് ദാറ്റ് ഐഡന്റിഫൈസ് ദ ക്ലാരിഫയിങ് അതോറിറ്റി ഇഷ്യൂയിങ് ഇറ്റ്. ഓക്കെ, സോ അതെന്താണ്? അതിൻ്റെ ക്ലാരിഫയിങ് അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന ക്ലാരിഫയിങ് അതോറിറ്റിയെ പറ്റി പറയുന്നതാണ് പറയുന്നത്. പക്ഷേ എന്താണ് അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. ഓക്കെ, സോ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് വെച്ചാൽ അതൊരു ക്രിപ്റ്റോഗ്രാഫിക് ഔട്ട്പുട്ട് ആണ്. വേറെ സർട്ടിഫിക്കറ്റ് ഈസ് ദ ഇലക്ട്രോണിക് റെക്കോർഡ്. ഓക്കെ, നമുക്കിവിടെ ഇലക്ട്രോണിക് റെക്കോർഡിനെ പറ്റിയാണ് പറയുന്നത്. അതെന്താണ്? സർട്ടിഫൈ അതോറിറ്റി യൂസ് ചെയ്യുന്നെങ്കിൽ അത് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്? ഒരു ഇലക്ട്രോണിക് റെക്കോർഡാണ്, അത് സർട്ടിഫൈ അതോറിറ്റി ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ ഇതെന്താണ്? ഒരു ഇലക്ട്രോണിക് മെത്തേഡ് ഓഫ് സൈനിങ് മാത്രമാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ പറയുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നമുക്ക് എന്താണ്? ഓപ്ഷൻ എ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ എന്താണ്? ഡിജിറ്റൽ സിഗ്നേച്ചറിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാനായിട്ട് കാരണം. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, 3 ഓൺലി മാത്രമായിരിക്കും അത് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 95. In the context of wearable technology, which of the following tasks is or are accomplished by wearable devices? Wearable device യൂസ് ചെയ്ത് ഏതൊക്കെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ലൊക്കേഷൻ ഐഡന്റിഫിക്കേഷൻ ഓഫ് എ പേഴ്സൺ, സെക്കൻഡ് പറയുന്നത് സ്ലീപ്പ് മോണിറ്ററിംഗ് ഓഫ് എ പേഴ്സൺ, തേർഡ് അസിസ്റ്റിംഗ് ദ ഹിയറിംഗ് ഇംപെയർഡ് പേഴ്സൺ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെ നമുക്ക് വിയറബിൾ ടെക്നോളജി യൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? ഒരു ജനറൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏതൊക്കെയാണ്. എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വിയറബിൾ ടെക്നിക്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. 1, 2 ആൻഡ് 3 ആയിരിക്കും. നമുക്ക് ലൊക്കേഷൻ ഐഡന്റിഫിക്കേഷൻ ഓഫ് എ പേഴ്സൺ, അതിന് നമുക്ക് എന്തെല്ലാം യൂസ് ചെയ്യാം? ഇപ്പോൾ വിയറബിൾ കാര്യങ്ങൾ പറയുന്നത് സ്മാർട്ട് വാച്ച് ഉണ്ട്, സ്മാർട്ട് വാച്ചസ്, അതുപോലെ തന്നെ ഫിറ്റ്നസ് ട്രാക്കേഴ്സ്, അപ്പോൾ ഇതെല്ലാം എന്താണ്? നമുക്ക് ഈ GPS ലൊക്കേഷൻ എനേബിൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്? ലൊക്കേഷൻ ഐഡന്റിഫിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സ്ലീപ്പ് മോണിറ്ററിംഗ് ഓഫ് എ പേഴ്സൺ, ഒരു ആളെ സ്ലീപ്പ് മോണിറ്ററിംഗ് ചെയ്യുന്നുണ്ട്. അതിൽ എന്താണ്? നമുക്ക് ആക്സിലോമീറ്റേഴ്സ് പോലുള്ള ചില വേറബിൾ സാധനങ്ങളുണ്ട്, ആക്സിലോമീറ്റേഴ്സ്. ഓക്കെ, അതുകൂടാതെ ഹാർട്ട് റേറ്റ് മറ്റും മോണിറ്റർ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, സ്ലീപ്പിൻ്റെ ഡ്യൂറേഷൻ മോണിറ്റർ ചെയ്യുന്നത്, ഇതെല്ലാം എന്താണ്? അതിനൊക്കെ വേണ്ടിയുള്ള ഡിവൈസ് എന്താണ് ഇപ്പോൾ അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് അതും വരും. ദെൻ അസിസ്റ്റിംഗ് ദ ഹിയറിംഗ് ഇംപെയർഡ് പേഴ്സൺ, അതിനുവേണ്ടി എന്താണ്? സ്മാർട്ട് ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്, സ്മാർട്ട് ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്. അതുകൂടെ എന്താണ്? നമുക്ക് നമ്മുടെ സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യുന്നതിന് എന്താണ്? അത് ഹെൽപ്പ് ചെയ്യും. സ്മാർട്ട് വാച്ചും പറ്റും, സ്മാർട്ട് വാച്ചസ്. സോ ഇതൊക്കെ എന്താണ്? ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് എല്ലാ ഡിവൈസും എല്ലാ കാര്യത്തിനും വേണ്ടി എന്താണ്? നമുക്ക് വിയറബിൾ ടെക്നോളജി യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് 96. RNA interference or RNAi technology has gained popularity in the last few years. Why? It is used in developing gene silencing therapies. It can be used in developing therapies for the treatment of cancer. It can be used to develop hormone replacement therapies. It can be used to produce crop plants that are resistant to viral pathogens. അപ്പോൾ ഏതൊക്കെയാണ് RNAi ആയിട്ട് റിലേറ്റ് ശരിയായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്? നമ്മൾ നോക്കാം. ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡെവലപ്പിംഗ് ജീൻസ്. അപ്പോൾ ഇത് നമുക്ക് എന്താണ് RNA അല്ലെങ്കിൽ RNA ഇന്റർഫറൻസ് എന്താണെന്ന് അറിഞ്ഞാലേ എഴുതാൻ പറ്റത്തുള്ളൂ. സോ ഓക്കെ, സോ RNAi എന്താണ്? ഒരു ജീൻ സൈലൻസിങ് ടെക്നോളജിയാണ്. ഓക്കെ, അതായത് ദാറ്റ് ഇൻഹിബിറ്റ്സ് പ്രോട്ടീൻ സിന്തസിസ് ഇൻ ടാർഗറ്റ് സെൽസ് യൂസിങ് ഡബിൾ സ്റ്റാൻഡേർഡ് RNA. അതാണ് RNAi എന്ന് പറയുന്നത്. ജീൻ സൈലൻസിങ് എന്ന് വെച്ചാൽ അത് നമ്മൾ എന്താണ്? ജീനെ സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ട്, ജീൻ എക്സ്പ്രഷൻ എന്താണ്? സ്വിച്ച് ഓഫ് ചെയ്യുന്നു. ഓക്കെ, സോ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ to switch off a specific gene's activity. ഒരു സ്പെസിഫിക് ജീൻസിൻ്റെ ആക്ടിവിറ്റി സ്വിച്ച് ഓഫ് ചെയ്യുന്നത് അതിനാണ് ജീൻ സൈലൻസിങ് എന്ന് പറയുന്നത്. സ്വിച്ച് ഓഫ് the activity of a specific gene. സോ അതാണെന്ന് പറയുന്നത് RNA ഇന്റർഫറൻസിൽ വരുന്നത്. സോ അതെന്താണ്? ജീൻ സൈലൻസിങ് തെറാപ്പിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. നെക്സ്റ്റ്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡെവലപ്പിംഗ് തെറാപ്പീസ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ. അതെന്താണ്? ശരിയാണ്, ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടി ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ തേർഡ് പറയുന്നത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡെവലപ്പ് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പീസ്. ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് വെച്ചാൽ എന്താണ്? അത് ആഡിങ് ഓർ സപ്ലിമെന്റിങ് മിസ്സിംഗ് ഹോർമോൺസ്. ഓക്കെ, അതെന്താണ്? ആഡ് ചെയ്യുക അല്ലെങ്കിൽ സപ്ലിമെന്റ് ചെയ്യുക. എന്താണ്? മിസ്സിംഗ് ഹോർമോൺസിന് ആഡിങ് മിസ്സിംഗ്
ഹോർമോൺസ്. ഓക്കെ, ടു ദ ബോഡിയിലേക്ക് എന്താണ് മിസ്സിംഗ് ഹോർമോൺസ് ആഡ് ചെയ്യുകയാണ്. പക്ഷേ നമ്മൾ പറഞ്ഞു RNAയുടെ ഇതെന്താണ്, RNA എന്ന് വെച്ചാൽ സൈലൻസിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുന്നത് മാത്രമാണ്. എക്സിസ്റ്റിംഗ് ജീനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഉള്ള ജീനെ സൈലൻസ് ചെയ്യുക, ഇൻഹിബിറ്റ് ചെയ്യുക, അത് മാത്രമാണ് RNAയുടെ പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണ് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ് ഇത് ചെയ്യത്തില്ല. ഓക്കെ, റീപ്ലേസ്മെന്റ് ചെയ്യത്തില്ല. അവരെന്താണ് എക്സിസ്റ്റ് ചെയ്യുന്ന RNA എന്താണ് ജീൻ എന്താണ് സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിന്റെ ആക്ടിവിറ്റി എന്താണ് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനെന്താ റീപ്ലേസ്മെന്റ് ചെയ്ത് പുതിയ കൊണ്ടുവരത്തില്ല. പക്ഷേ ഇതിൽ പറയുന്നത് എന്താണ് ഹോർമോൺ റീപ്ലേസ്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആഡിങ് അല്ലെങ്കിൽ മിസ്സിംഗ് ഹോർമോൺസിനെ ബോഡിയിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ആഡിങ് മിസ്സിംഗ് ആയിട്ടുള്ള ഹോർമോൺസ് ബോഡിയിലേക്ക് ആഡ് ചെയ്യുക, അതാണ് എന്ന് പറയുന്നത് ഓപ്ഷൻ 3 പറയുന്നത്. അപ്പോൾ അതെന്താണ് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. റോങ് ആകുമ്പോൾ നമുക്ക് ഇത് രണ്ടും എലിമിനേറ്റ് ചെയ്യാം. ദെൻ ആൻസർ 1, 4 ഉണ്ട്, 1, 2, 4 ഉണ്ട്. 4 പറയുന്നതാണ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ക്രോപ്പ് പ്ലാന്റ്സ് ദാറ്റ് ആർ റെസിസ്റ്റന്റ് ടു വൈറൽ പാത്തജൻസ്. അത് എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ വരുന്നത് ആൻസർ വരുന്നതാണ് ഓപ്ഷൻ 1, 2 and 4 ആയിരിക്കും ശരി ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് വരുന്നത്. 1, 2 and 4 മൂന്നും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റ് പറയുന്നത്. കാരണം അതെന്താണ് ഹോർമോൺസ് റീപ്ലേസ്മെന്റ് അല്ല നടക്കുന്നത്. ഇവിടെ എന്താണ് നടക്കുന്നത്, ഹോർമോൺസ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹോർമോൺസ് എന്താണ് സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് RNA ഇന്റർഫറൻസിൽ ചെയ്യുന്നത്, സൈലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് നോൺ ആസ് ജീൻ സൈലൻസിങ് തെറാപ്പി. ഓക്കെ, സോ 96 ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 1, 2 and 4 ആയിരിക്കും. നെക്സ്റ്റ് 97. Recently, scientists observed the merger of a giant black hole billions of light years away from the Earth. What is the significance of this observation? Option A, Higgs boson particles were detected. Option B, gravitational waves were detected. Option C, possibility of intergalactic space travel through wormholes was confirmed. Option D, it enabled the scientists to understand singularity. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ബ്ലാക്ക് ഹോൾസ് ജെയിന്റ് ബ്ലാക്ക് ഹോൾസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ശരിയെന്നാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, മെർജർ ഓഫ് ജെയിൻ ബ്ലാക്ക് ഹോൾസ്. അപ്പോൾ ആൻസർ എന്താണ് ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഗ്രാവിറ്റേഷണൽ വേവ്സ് ഡിറ്റക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, സോറി, കാരണം എന്താണ് ഈ ജെയിൻ ബ്ലാക്ക് ഹോൾസ് മെർജർ ആവുമ്പോൾ അവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ദേ പ്രൊഡ്യൂസ് റിപ്പിൾസ്. fabric of space-time. Okay, so they produce ripples in the fabric of space-time. ഇതിനെ പറയുന്നതാണ് ഗ്രാവിറ്റേഷണൽ വേവ്സ്. ഈ റിപ്പിൾസിനെ പറയുന്നതാണ് ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്ന് പറയുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ് പറയുന്നത്. ഗ്രാവിറ്റേഷണൽ വേവ്സ് ആണ് മെർജർ ഓഫ് ജയന്റ് ബ്ലാക്ക് ഹോൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദേ പ്രൊഡ്യൂസ് റിപ്പിൾസ് ഇൻ ദ ഫാബ്രിക് ഓഫ് സ്പേസ് ടൈം എന്ന് പറയുന്നത്. ഈ ഒരു റിപ്പിൾസിനെയാണ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്ന് പറയുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഗ്രാവിറ്റേഷണൽ വേവ്സ് ഡിറ്റക്ട് ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, സോ ഇത് ഫസ്റ്റ് പ്രഡിക്റ്റ് ചെയ്തതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. 1916 ഐൻസ്റ്റീൻ എന്താണ് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, 1916 ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതെന്താണ് ഫസ്റ്റ് ഡിറ്റക്ട് ചെയ്തത് 2015ലാണ്. 2015ലാണ് ഇത് ഫസ്റ്റ് ഡിറ്റക്ട് ചെയ്തത്. സോ അതുകൊണ്ട് എന്താണ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് ആൾസോ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയിൽ റിലേറ്റഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് 97. Which of the following are the reasons for occurrence of multi-drug resistance in microbial pathogens in India? Genetic predisposition of some people, taking incorrect dosage of antibiotic to cure diseases, using antibiotic in livestock farming, multiple chronic diseases in some people. അപ്പോൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. സെക്കൻഡ് സ്റ്റെപ്പിൽ നോക്കി ടേക്കിംഗ് ഇൻകറക്റ്റ് ഡോസസ് ഓഫ് ആൻറ്റിബയോട്ടിക് ടു ക്യൂർ ഡിസീസസ്. ഇൻകറക്റ്റ് ഡോസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് എടുത്താൽ എന്തിനു സഹായിക്കുന്നത് ഒക്കറൻസ് ഓഫ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് മൈക്രോബിയൽ പാത്തജനെ സഹായിക്കുന്ന കാര്യമാണ്. അത് നമുക്ക് എന്താണ് ജനറലായിട്ട് അറിയാവുന്ന കാര്യമാണ്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആൻറ്റിബയോട്ടിക്സ് എന്നത് ആവശ്യമില്ല എടുക്കരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇൻകറക്റ്റ് ഡോസ് ചെയ്യുന്നത് എടുക്കരുതെന്ന് പറയുന്നത് ആ ഒരു കാര്യം കൊണ്ടാണ്. സോ രണ്ട് എന്തായാലും ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം. ഓപ്ഷൻ സി നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് മൾട്ടിപ്പിൾ ക്രോണിക് ഡിസീസ് ഇൻ സം പീപ്പിൾ. ചില ആൾക്കാരിൽ എന്താണ് മൾട്ടിപ്പിൾ ക്രോണിക് ഡിസീസ് ഉണ്ട്. സോ അത് ഇതുമായിട്ട് റിലേറ്റ് ആയിട്ട് പറ്റില്ല. കാരണം എന്താണ് മൾട്ടിപ്പിൾ ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ അത് മൾട്ടിപ്പിൾ ക്രോണിക് ഡിസീസ് വന്നാൽ ഒരുപാട് ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യാം. ഓക്കെ, കാരണം നമ്മൾ പറഞ്ഞ എന്താണ് ആൻറ്റിബയോട്ടിക്സ് ഒരുപാട് യൂസ് ചെയ്യാം. പക്ഷേ അങ്ങനെ
യൂസ് ചെയ്യുന്നെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കാരണം മൾട്ടിപ്പിൾ ക്രോണിക് ഡിസീസസ് ആൾക്കാരിലുണ്ടെന്ന് ആ ക്രോണിക് ഡിസീസ് എന്താണ് ഒരിക്കലും ഇതിൻ്റെ റെസിസ്റ്റൻസിന് കാരണമാകത്തില്ല. ഓക്കെ, ആ ഡിസീസ് കാരണം ഇവിടെ പറയുന്നത് ക്രോണിക് ഡിസീസ് കാരണം പീപ്പിൾസ് നമ്മൾ ഒരുപാട് ചിന്തിച്ച് അതിൽ പോലും, കാരണം മൾട്ടിപ്പിൾ ഡിസീസ് വരുമ്പോൾ ക്രോണിക് ഡിസീസ് വരുമ്പോൾ ആൾക്കാർ ഒരുപാട് ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നു. അങ്ങനെ എന്താണ് അതിൻ്റെ ഒരു ഇത് കൂടുതൽ എന്നുള്ള രീതിക്ക് ചിന്തിക്കരുത്. കാരണം ഇവിടെ ക്രോണിക് ഡിസീസസ് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ഡിസീസസ് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എന്തുണ്ടാക്കുന്നില്ല, മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് മൈക്രോബിയൽ പാത്തജൻസിന് ഉണ്ടാക്കുന്നില്ല. സോ അതുകൊണ്ട് 4 എന്തായാലും റോങ് ആയിരിക്കും. 4 റോങ് ആകുമ്പോൾ നമുക്ക് എന്താണ് ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് 1 and 2, 2 and 3. അപ്പോൾ 2 എന്തായാലും ശരി. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദെൻ 1 ഉം 3 നോക്കാം. അതിൽ ഏതാണ് റൈറ്റ് നോക്കാം. ഫസ്റ്റ് പറയുന്നത് എന്താണ്, ജനറ്റിക് പ്രിഡിസ്പോസിഷൻ ഓഫ് സം പീപ്പിൾ. ഓക്കെ, ചില ആൾക്കാർ എന്താണ് ജനറ്റിക് പ്രിഡിസ്പോസിഷനെ പറ്റിയാണ് പറയുന്നത്. സോ അതെന്താണ് വരുമോ ഇല്ലയോ നോക്കുക. ദെൻ മൂന്നാമത് പറയുന്നത് എന്താണ്, യൂസിങ് ആൻറ്റിബയോട്ടിക് ഇൻ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ്. ആൻറ്റിബയോട്ടിക് ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗിൽ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്ത് എന്തായിരിക്കും സംഭവിക്കുന്നത്, നോർമലി ഇതെന്ത് ക്രിയേറ്റ് ചെയ്യും, ഒരു റെസ്ട്രിക്റ്റഡ് ബാക്ടീരിയ അവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, റെസ്ട്രിക്റ്റഡ് ബാക്ടീരിയ എന്താണ്, റെസ്ട്രിക്റ്റഡ് ബാക്ടീരിയ ഇൻ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ്. ഓക്കെ, റെസ്ട്രിക്റ്റഡ് ബാക്ടീരിയ എന്താണ് ലൈഫ് സ്റ്റോക്ക് ഫാമിംഗിൽ ക്രിയേറ്റ് ചെയ്യും. ഇതെന്ത് ചെയ്യാം, ഹ്യൂമൻസിനും സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് എന്താണ് വളരെ കൂടുതലാണ്. ഓക്കെ, സ്പ്രെഡ് ടു ഹ്യൂമൻസ്. അപ്പോൾ അതായത് ഹ്യൂമൻസിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് എന്താണ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു റെസ്ട്രിക്റ്റഡ് ബാക്ടീരിയ അവിടെ ക്രിയേറ്റ് ആയാൽ അതെന്ത് ചെയ്യും, കാരണം ലൈഫ് സ്റ്റോക്സായിട്ട് ഹ്യൂമൻസ് ഇടപെടുന്നതാണ്. സോ അതെന്താണ് ഹ്യൂമൻസിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് എന്താണ് അതും റൈറ്റ് ആയിരിക്കും. അപ്പോൾ ആൻസർ ഏതായിരിക്കും വരുന്നത്, ഓപ്ഷൻ ബി ആണ്. 2 and 3 ഓൺലി ആയിരിക്കും വരുന്നത്. ബാക്കിയെല്ലാം എന്താണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, സോ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് മൈക്രോബിയൽ പാത്തജനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്, ടേക്കിംഗ് ഇൻകറക്റ്റ് ഡോസ് ഓഫ് ആൻറ്റിബയോട്ടിക് ടു ക്യൂർ ഡിസീസസും യൂസിങ് ആൻറ്റിബയോട്ടിക് ഇൻ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് ആണത് ഈ ഒക്കറൻസ് ഓഫ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് മൈക്രോബിയൽ പാത്തജൻസിന് കാരണമാകുന്നത്. ഓക്കെ, സോ 98 ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. 2 and 3 ഓൺലി ആയിരിക്കും. നെക്സ്റ്റ് 99, വാട്ട് ഈസ് Cas9 protein that is often mentioned in the news. Okay, Cas9 protein എന്ന് പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. A molecular scissor used in the targeted gene editing, a biosensor used in the accurate detection of pathogens in patients, a gene that makes plants pest resistant, a herbicidal substance synthesized in the genetically modified crops. അപ്പോൾ ഏതാണ് Cas9 protein എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം ഒരു പ്രോട്ടീനാണ് Cas9 protein എന്ന് ഓൾറെഡി പറയുന്നത്. അതായത് എൻസൈം ഇൻവോൾവ് ആയിട്ടുള്ള സാധനമാണ്. സോ അതുകൊണ്ട് നമുക്ക് എന്താണ് ഈ ജീൻ എന്നുള്ള ഓപ്ഷൻ നമുക്ക് മാറ്റാം. കാരണം ഇത് ഇവിടെ എന്താണ് ഓൾറെഡി പറയുന്ന ഒരു പ്രോട്ടീനാണ്. സോ എന്താണ് അതുകൊണ്ട് എന്താണ് ഈ ജീൻ ദാറ്റ് മേക്സ് പ്ലാന്റ്സ് റെസിസ്റ്റന്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഹെർബിസൈഡൽ സബ്സ്റ്റൻസ് അത് നമുക്ക് എന്താണ് എലിമിനേറ്റ് ചെയ്യാം ആദ്യമേ. കാരണം ഓൾറെഡി എന്താണ് പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, Cas9 പ്രോട്ടീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് എന്താണ് അവർ ഹെർബിസൈഡൽ സബ്സ്റ്റൻസും കെമിക്കൽ ഹെർബിസൈഡൽ സബ്സ്റ്റൻസും അതുപോലെ എന്താണ് ജീൻ നമുക്ക് എന്താണ് ആദ്യം എലിമിനേറ്റ് ചെയ്യാം. പിന്നെ പറയുന്നത് മോളിക്കുലർ സിസറും ബയോസെൻസറും ആണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ പറയുന്നതാണ് ഇത് മോളിക്കുലർ സിസറാണ്. ഓക്കെ, ബിയോ അല്ല, ബയോസെൻസർ അല്ല, മോളിക്കുലർ സിസേഴ്സിനാണെന്ന് പറയുന്നത് Cas9 ആണെന്ന് പറയുന്നത്. Cas9ന്റെ ഫുൾ ഫോം എന്താണ്, അസോസിയേറ്റഡ് പ്രോട്ടീൻ 9. ഓക്കെ, ക്രിസ്പർ അസോസിയേറ്റഡ് പ്രോട്ടീൻ ആണെന്നാണ് Cas9ന്റെ ഫുൾ ഫോം പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ആൻ എൻസൈം ആക്ട് ആസ് എ പെയർ ഓഫ് പ്രോഗ്രാമബിൾ മോളിക്കുലർ സിസേഴ്സ്. ഓക്കെ, പ്രോഗ്രാമബിൾ മോളിക്കുലർ സിസേഴ്സ് ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. വിച്ച് അലോ സയൻറ്റിസ്റ്റ് ടു precisely cut the 2 strands of DNA double helix. DNA double helixന്റെ 2 strands എന്താണ് പ്രിസൈസ് ആയിട്ട് കട്ട് ചെയ്യാൻ ഇത് യൂസ് ചെയ്ത് പറ്റും. ആൻഡ് അറ്റ് ദ സ്പെസിഫിക് ലൊക്കേഷൻ. ഓക്കെ, സ്പെസിഫിക് ലൊക്കേഷൻ അതാണ് എന്ന് പറയുന്നത് മോളിക്കുലർ സിസേഴ്സിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് 99ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. നെക്സ്റ്റ് ഇന്നത്തെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്, which one of the following statement is not correct? Hepatitis B virus is transmitted much like HIV. Hepatitis B, unlike hepatitis C, does not have a vaccine. Globally, the number of people infected with hepatitis B and C virus are several times more than those infected with HIV. Some of those infected with hepatitis B and C virus do not show the symptoms for many years. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റാണ് ശരിയായിട്ട് വന്നത്, ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ ആൻസർ വരുന്നത് ഏതാണ്, ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അത് തിരിച്ചാണ് കൊടുത്തേക്കുന്നത്. കാരണം ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് സി ഡസ് നോട്ട് ഹാവ് എ വാക്സിൻ എന്നാണ് പറഞ്ഞത്. ഹെപ്പറ്റൈറ്റിക് ബിക്ക് എന്താണ് ഡസ് ഹാവ് എ വാക്സിൻ. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് ബിക്ക് എന്താണ് വാക്സിൻ ഉണ്ട്, ഡസ് ഹാവ് എ വാക്സിൻ.
ഓക്കെ. ബട്ട് അതേ ടൈം ഹെപ്പറ്റൈറ്റിസ് സി എന്താണ്, ഡസ് നോട്ട് ഹാവ് എ വാക്സിൻ. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് സിക്കാണത് ഡസ് നോട്ട് ഹാവ് എ വാക്സിൻ, അതിനാണത് വാക്സിൻ ഇല്ലാത്ത. ഹെപ്പറ്റൈറ്റിസ് ബിക്ക് വാക്സിൻ ഉണ്ട്, ബട്ട് ഹെപ്പറ്റൈറ്റിസ് സിക്ക് എന്താണ് വാക്സിൻ ഇല്ല. Okay, so safe and effective vaccine for hepatitis B has been available since 1982. Okay, 1982 മുതൽ എന്താണ് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് വാക്സിൻ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്കറിയാം അത് നമ്മുടെ ലിവറിലുള്ള ഒരു ഇൻഫ്ലമേഷനാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ എന്താണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് എന്താണ് ഒരു വൈറൽ ഡിസീസിലും കൂടിയാണ് വരുന്നത്. സോ ലിവറിലുള്ള ലിവർ ഇൻഫ്ലമേഷൻ ഓക്കെ ഇൻഫ്ലമേഷൻ ലിവർ ഇൻഫ്ലമേഷൻ ആണെന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് എന്താണ് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് does have a vaccine and hepatitis C does not have a vaccine. Okay, hepatitis B ക്ക് 1982 മുതൽ തന്നെ എന്താണ് വാക്സിൻസ് അവൈലബിൾ ആണ്, ആൻഡ് ദ വാക്സിൻസ് ആർ സേഫ് ആൻഡ് ഇഫക്റ്റീവ് ആണ്. ഓക്കെ, സോ അതാണ് 100 ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ബാക്കിയെല്ലാ സ്റ്റേറ്റ്മെൻറ്റും എന്താണ് റൈറ്റ് ആയിട്ടുള്ളതാണ്, പക്ഷേ ഹെപ്പറ്റൈറ്റിസിനെ വെച്ച് റോങ് ആയിട്ടുള്ള ആൻസർ എന്താണ് ഓപ്ഷൻ ബി മാത്രമാണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ബി മാത്രമാണ്. ഓക്കെ, സോ അതാണ് 100 ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. അപ്പോൾ നമ്മൾ 2019 100 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് സെക്ഷനിൽ വരുന്നത് 2020 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആദ്യത്തെ 1 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2020. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിലേക്ക് അറിയിക്കാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. We offer well-equipped reading rooms for students. Reading room and premium reading room. Our facilities are comfortable and executive chairs, inbuilt lockers, Wi-Fi, newspapers, periodicals, and a fully air-conditioned, peaceful environment and CCTV secured. Additional facilities include clean drinking water, a separate lunch area, and a game zone, chess and carom, for relaxation. For admission, contact us on 909448545 Trivandrum.